വീഡിയോ ചെയ്തേ. റിസ്വാന, ജമീലത്ത്, റോസ്മരിയ, ഭീമ മറിയം, മിർസ. Yes. Good morning. Good morning, Miss. Yes. Silent prayer. Yes. Okay. Adil. Teacher. What is bond angle? Angle between electrons. Angle between Electrons. stuck ആയിട്ടിരിക്കുകയല്ലേ? Yes, Hashim. Angle between the orbital containing pairs of compounds of electrons around a central atom in a molecule. Yes. Muhammad Ashkar, what is bond enthalpy? Hashim. അല്ല, ഞാൻ ആരംഭിച്ചു. Yes, Muhammad Ashkar. Yes, bond enthalpy. Bond enthalpy. Arya? What is bond enthalpy? Minimum energy required. Fatima. The energy required to break 1 mole of bond. Energy required to break the bond. അത് തന്നെയാണ് Energy അഷ്കർ required പറഞ്ഞത്. to Energy required to Riswana. Video open. other teacher. ഞാൻ ലെഫ്റ്റ് ആയി കയറിക്കോട്ടെ. Hello, teacher. Yes. അത് ലാഗ് ആയിട്ടാണ് കേൾക്കുന്നത്. യെസ്. Teacher അതന്നെ പറഞ്ഞ. What is bond order? Number of bonds between the atom and Yes, number of bonds between the two atoms in a molecule is called the bond order. Yes. Just 1 minute. Yes. Okay. Al-Safar.
What is the bond order of N2 molecule? N2 molecule in the bond order. ഏത് ടൈപ്പ് ഓഫ് ബോണ്ട് എന്ന് പറഞ്ഞത്? ഹലോ, ട്രിപ്പിൾ ബോണ്ട്. Triple bond. That's the bond order. Yes. Types of bond between nitrogen atoms in nitrogen molecule. It is 3. Yes. Then, what is the bond order of oxygen? Fida. 2. Aslam, what is the bond order of hydrogen? 1. 1. Yes. Then, Lukman, how a polar compound become polar, how a covalent bond become polar covalent bond? ഇലക്ട്രോനെഗറ്റിവിറ്റി മാറുന്നതനുസരിച്ച്. Yes, ഇലക്ട്രോനെഗറ്റിവിറ്റിയിൽ ഉണ്ടാവുന്ന ഡിഫറൻസ് അനുസരിച്ച് കോവാലന്റ് കോമ്പൗണ്ടുകളിൽ ബോണ്ടിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിരിക്കുന്ന ആറ്റംസ് എന്ത് ചെയ്യുന്നുണ്ട്? പൊളാരിറ്റി കാണിക്കുന്നു. ഓക്കെ, വാട്ട് ഈസ് ഇലക്ട്രോനെഗറ്റിവിറ്റി? റോസ്മരിയ. It is the ability to attract the shared pair of electron. Yes, it is the ability to attract the shared pair of electrons towards itself. It is called electronegativity. Yes, അപ്പൊ ഹൈഡ്രജൻ ഫ്ലൂറൈഡിന്റെ ബോണ്ട് പോളാർ ആണ് എന്നുള്ള കാര്യം നമുക്കറിയാം. യെസ്, അപ്പൊ ഇന്നലെ നമ്മൾ അത്രയും കാര്യങ്ങളായിരുന്നു ഡിസ്കസ് ചെയ്തത്. Then one more Muad, how to calculate dipole moment? Muad. Yes. Dipole moment, it is the product of magnitude of the charge and the distance between the charges. Yes. Question Rizwin. Charge into distance. Charge into distance. Mu is equal to charge into distance. Bima Mariam, unit. Kilojoule. Kilojoule ആണോ? Dipole moment in equation. Dipole moment. Arjun. D/L അല്ലേ? D by 1 D by is equal to value. Fatima. Miss 1.85. 1 D by is equal to. Miss ഓർക്കുള്ള കൃത്യമായിട്ട് 1. Mirza. Miss. Answer please. എന്താണ് ക്വസ്റ്റ്യൻ? ക്വസ്റ്റ്യൻ എന്താണ് കേട്ടില്ലേ? ഞാൻ ജോയിൻ ആയുള്ളൂ. അപ്പൊ ഇത്ര നേരം ക്ലാസ്സിൽ തന്നെ ഉണ്ടായിരുന്നല്ലോ. ഇല്ല, ഞാൻ ലെഫ്റ്റ് ആയിരുന്നു. 1 D by വാല്യൂ 3.3 into 10 raised to 30. 30 ആണോ -30 ആണോ? -30. -30 യൂണിറ്റ്. കൂളം മീറ്റർ. ചാർജിന്റെ യൂണിറ്റ് കൂളംബ് ആണ്, ഡിസ്റ്റൻസിന്റെ യൂണിറ്റ് മീറ്റർ ആണ്. യെസ്, ഓക്കെ. ആമിന ഇവിടെ വീഡിയോ ഓഫ് ആണ്. ആമിന. യെസ്, അപ്പൊ നമ്മൾ ഇന്നലെ ഡൈപോൾ മൊമെന്റ് എങ്ങനെയാണ് എന്നുള്ള കാര്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. യെസ്, ലീനിയർ മോളിക്യൂൾ ആണെങ്കിൽ ഡൈപോൾ മൊമെന്റ് എങ്ങനെയായിരിക്കും ഹാഷിമെ പറഞ്ഞേ? ഹാഷിം, ലീനിയർ മോളിക്യൂളിന്റെ ഡൈപോൾ മൊമെന്റ് എന്തായിരിക്കും? ലീനിയർ മോളിക്യൂൾ അതിൽ ലീനിയർ മോളിക്യൂളിന്റെ ഡൈപോൾ മൊമെന്റ് കേട്ടില്ല. ഒന്നും എല്ലാവർക്കും എല്ലാം 0. ഇപ്പൊ ഇവിടെ കിട്ടി.
ലീനിയർ മോളിക്യൂൾ പറഞ്ഞില്ല. ആണോ? ഓക്കെ, പിന്നെ ഓർമ്മ വന്നു. യെസ്, ലീനിയർ മോളിക്യൂളിന്റെ ഡൈപോൾ മൊമെന്റ് 0 ആണെന്നുള്ള കാര്യം പറഞ്ഞു. ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് വന്നാൽ അവര് ക്യാൻസൽ ചെയ്തു പോകും. യെസ്, വാട്ടർ മോളിക്യൂളിന്റെ ഡൈപോൾ മൊമെന്റ് 1.85 dBi ആണ്. അത് ഓർത്തിരിക്കണം, എന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. വാട്ടർ മോളിക്യൂളിന്റെ ഡൈപോൾ മൊമെന്റ് എത്രയാണ് എന്നുള്ളത്. യെസ്, വാട്ടറിന്റെ ഡൈപോൾ മൊമെന്റ് 1.85 dBi. ഇത് ഓർത്തിരിക്കണം, ചോദിക്കാൻ ചാൻസ് ഉണ്ട്. വാട്ടറിന്റെ എപ്പോഴും ഇങ്ങനെയാണ്, വാട്ടർ ലീനിയർ ആയിട്ട് എക്സിസ്റ്റ് ചെയ്യാറില്ല, വാട്ടർ ബെൻ ഷേപ്പിലാണ് കാണുന്നത്. യെസ്, അപ്പൊ ഇന്നലെ ലാസ്റ്റ് പറഞ്ഞു നിർത്തിയത് NH3 ആൻഡ് NF3 മോളിക്യൂളിന്റെ ഡൈപോൾ മൊമെന്റ് എന്തായിരിക്കും എന്നുള്ളതായിരുന്നു. യെസ്, NH3 ആൻഡ് NF3 മോളിക്യൂളിന്റെ ഡൈപോൾ മൊമെന്റ് എത്രയാണ് എന്നുള്ളത്. ഓക്കെ, അപ്പൊ നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം. യെസ്, ഇതാണ് NH3. ടീച്ചർ വരയ്ക്കാം. NH3, നൈട്രജൻ കണ്ടെയ്നിങ് എ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ ആഫ്റ്റർ ദി ഫോർമേഷൻ ഓഫ് ബോണ്ട് വിത്ത് ഹൈഡ്രജൻ. കാരണം നൈട്രജന്റെ ആറ്റോമിക് നമ്പർ 7. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ പറഞ്ഞ നൈട്രജന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ റിസ്വാനാണ്. One is to 2s2 2p3. 1s2 2s2 2p3. ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 5 ഇലക്ട്രോൺ ഉണ്ട്. ദേ നോക്കിക്കേ, 1 2 3. ബോണ്ട് ഫോർമേഷൻ കഴിഞ്ഞ് 2 മിച്ചമുണ്ട്, അതാണ് ഞാൻ ഈ കൊടുത്തിരിക്കുന്നത്. യെസ്, അപ്പൊ ഇനി ഇതിനകത്ത് എങ്ങനെയാണ് ഡൈപോൾ മൊമെന്റ് വരുന്നത് എന്നുള്ളത് എല്ലാവരും ഒന്ന് വരച്ചേ. ഡൈപോൾ മൊമെന്റിന്റെ ഡയറക്ഷൻ വരയ്ക്കുക. ഡൈപോൾ മൊമെന്റിന്റെ ഡയറക്ഷൻ വരയ്ക്കുക. യെസ്, നൈട്രജൻ ആണ് മോർ ഇലക്ട്രോനെഗറ്റീവ്, അപ്പൊ നൈട്രജന്റെ ഡയറക്ഷനിലോട്ട് പോകും. ഇനി ഇവിടെ ഒരു ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ ഉണ്ട്. അപ്പൊ മൊത്തം ലോൺ പെയർ വന്നു കഴിഞ്ഞാൽ എന്തായാലും അവിടെ ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുതലാണ്. ഇലക്ട്രോൺസ് അല്ലേ അവിടെ ഉള്ളത്. ലോൺ പെയർ എന്ന് പറഞ്ഞാൽ 2 ഇലക്ട്രോൺസ് അവിടെ ഉണ്ട്. ഓക്കെ, അപ്പൊ നെഗറ്റീവ് ചാർജ് കൂടുതലാണ്. അപ്പൊ എങ്ങോട്ടേക്ക് പോകും? മുകളിലോട്ടായിരിക്കും പോകുന്നത്. യെസ്, ഇനി ഇതേപോലെ തന്നെ നമുക്ക് NF3 ഒന്ന് വരച്ചു നോക്കാം. NF3, നൈട്രജൻ ഫ്ലൂറിൻ ഫ്ലൂറിൻ ഫ്ലൂറിൻ. നൈട്രജനിൽ എന്തുണ്ട്? ഫ്ലൂറിനുമായിട്ട് ബോണ്ട് ഫോർമേഷന് ശേഷം ഒരു സെറ്റ് ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസും ഉണ്ട്. യെസ്, അപ്പം ഇവിടെ എങ്ങനെയായിരിക്കും ഡൈപോൾ മൊമെന്റ് വരിക? നൈട്രജൻ ആണോ ഫ്ലൂറിൻ ആണോ മോർ ഇലക്ട്രോനെഗറ്റീവ്? ലുക്മാൻ, നൈട്രജൻ or Fluorine. yes, Fluorine. yes, fluorine is more electronegative. ഫ്ലൂറിൻ മോർ ഇലക്ട്രോനെഗറ്റീവ് ആയതുകൊണ്ട് ഡൈപോൾ മൊമെന്റ് ഫ്ലൂറിന്റെ സൈഡിലോട്ടായിരിക്കും വരുന്നത്. പക്ഷെ ഇവിടെ ലോൺ പെയർ ഓഫ് ഇലക്ട്രോണിന്റേത് മുകളിലോട്ട് തന്നെ പോകും. യെസ്, ഇനി ഇത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് പറയാൻ പറ്റും ഏതിനാണ് ഡൈപോൾ മൊമെന്റ് കൂടുതൽ അല്ലെങ്കിൽ ഏതിനാണ് ഡൈപോൾ മൊമെന്റ് കുറവ് എന്നുള്ളത്. ഡൈപോൾ മൊമെന്റിന്റെ ഡയറക്ഷൻ നോക്കിയാൽ ഈസി ആയിട്ട് പറയാനായിട്ട് പറ്റും. യെസ്, വേഗം നോക്കിയിട്ട് പറഞ്ഞോളൂ. NH3 NF3 ഡൈപോൾ മൊമെന്റ് കൂടുതൽ? കണ്ടുപിടിച്ചാൽ വേഗം കൈ നോക്കിക്കേ. either NH3 or NF3 has a higher dipole moment. കണ്ടുപിടിച്ചാൽ വേഗം കൈ വെക്കൂ. ആലോചിച്ച് നോക്കിയാൽ കിട്ടും, കാണുമ്പോൾ മനസ്സിലാവും. ഇന്നലെ നമ്മൾ ചെയ്തതൊക്കെ എടുത്ത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ഏകദേശം ഒരു ധാരണ നമുക്ക് എന്തായാലും കിട്ടും. ഷുവറാണ്. യെസ്, കിട്ടിയാൽ കൈ വെക്കൂ. യെസ്, അഷ്കർ, then Bima Mariam, then yes, Fatima Shiju, then Mursa, Jamilat. Yes, start with Ashkar. Which one higher dipole moment? NH3. Fatima? Miss NH3. NH3. Jamilat? NH3. Mursa?
NH3 വേറെ ആരായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ആരുമില്ല. യെസ് ഭീമ. NH3. യെസ് NH3 ആണ് കറക്റ്റ്. NH3ക്ക് ഇവിടെ ഡൈപോൾ മൊമെന്റ് കൂടുതലാണ്. നിങ്ങൾ ആ ഡൈപോൾ മൊമെന്റിന്റെ ഡയറക്ഷൻ നോക്കുമ്പോൾ തന്നെ മനസ്സിലാകും എല്ലാം കൂടെ ഒരുമിച്ച് മുകളിലോട്ടല്ലേ മക്കളെ പോണേ. അപ്പൊ അവിടെ ക്യാൻസലേഷൻ വരുന്നില്ല, എല്ലാം ഒരേ ഡയറക്ഷനിലോട്ടാണ് പോകുന്നത്, അതുകൊണ്ട് അവിടെ ക്യാൻസലേഷൻ ഇല്ല. അതേസമയം NF3 എടുത്ത് വെച്ച് നോക്കിക്കേ, ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോകുന്ന ഒരു കേസ് ഉണ്ട് അവിടെ. എല്ലാം താഴത്തോട്ടല്ല, ഫ്ലൂറിനോട്ടാണ് എല്ലാം പോകുന്നത്. അപ്പൊ താഴത്തോട്ടെല്ലാം ഉണ്ട്, പക്ഷെങ്കില് ഒരെണ്ണം മാത്രം മുകളിലോട്ട് പോകുന്നുണ്ട്, ഒരെണ്ണം മാത്രം മുകളിലോട്ട് പോകും. അപ്പൊ ഒരു ഇത്തിരി കുറവ് വരുമെന്ന് മാത്രമേ ഉള്ളൂ. ഫ്ലൂറിൻ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂവെങ്കിൽ ലൈക്ക് NH3 പോലെ തന്നെ എല്ലാം കൂടെ ഒരുമിച്ച് ഒരേ ഡയറക്ഷനിൽ പോകുന്നു, അവിടെ ക്യാൻസലേഷൻ ഒന്നും ഇല്ല. പക്ഷേങ്കില് ഇവിടെ നൈട്രജനിൽ ഉള്ള ലോൺ പെയറിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഡൈപോൾ മൊമെന്റ് നമ്മൾ കണ്ടിരിക്കുന്നത്. അതുകൊണ്ട് NF3ക്ക് ഡൈപോൾ മൊമെന്റ് എങ്ങനെയായിരിക്കും? കുറവായിരിക്കും കമ്പയർഡ് വിത്ത് NH3. അതിന്റെ വാല്യൂസ് നോട്ട് ചെയ്ത് വെക്കുക. NH3യുടെ ഡൈപോൾ മൊമെന്റ് ദാറ്റ് ഈസ് 1.47 dB and NF3 dipole moment it is 0.23 dB. 0.23 dB. 0.23 dB. Yes, എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് എടുത്തേ. പേജ് നമ്പർ 110 എടുക്കൂ. പേജ് നമ്പർ 111. യെസ്, പേജ് നമ്പർ 111 അല്ലെങ്കിൽ 110 എടുക്കുക. NCERT ടെക്സ്റ്റ് ബുക്ക് ഇല്ലാത്തവരുണ്ടെങ്കിൽ അത് കൈ നോക്കിക്കേ. ടെക്സ്റ്റ് ബുക്ക് ഇല്ലാത്തവര് യെസ്, ഓക്കെ. പേജ് നമ്പർ 110 എടുത്ത്. യെസ്, അതിനകത്ത് പൊളാരിറ്റി ഓഫ് ബോൺസ് എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്ന കണ്ടോ? പൊളാരിറ്റി ഓഫ് ബോൺസ് കണ്ടോ? എല്ലാവരും കണ്ടോന്ന്? യെസ്, ഓക്കെ. അപ്പൊ അത് കഴിഞ്ഞിട്ട് അവിടെ ഡെഫിനേഷൻ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് കണ്ടോ? കുറെ മോളിക്യൂളിന്റെ എക്സാമ്പിളുകൾ അവിടെ കൊടുത്തിട്ടുണ്ട്. HF കൊടുത്തിട്ടുണ്ട്, H2O. HFന് തൊട്ട് മുമ്പത്തെ പാരഗ്രാഫിന്റെ മുകളിൽ 1 dBയുടെ വാല്യൂ ഉണ്ട്, ഡൈപോൾ മൊമെന്റിന്റെ ഡെഫിനേഷൻ ഉണ്ട്. അതായത് പേജ് നമ്പർ 111 സെക്കൻഡ് പാരഗ്രാഫ് എടുത്ത എല്ലാവരും പേജ് നമ്പർ 111 സെക്കൻഡ് പാരഗ്രാഫ്. As a result of polarization, a molecule possesses the dipole moment, which can be defined as, underline the definition, the product of the magnitude of the charge and the distance between the centers of positive and negative charge. It is represented by the Greek letter mu. It is expressed as dipole moment mu is equal to charge into distance of separation. Then dipole moment in a unit dB, then 1 dB the value. Yes. നെക്സ്റ്റ് പാരഗ്രാഫിൽ പറയുന്നത് ഡൈപോൾ മൊമെന്റിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നത്, ആരോ മാർക്ക് ഉപയോഗിച്ചിട്ട് എങ്ങോട്ടേക്ക് പോകുന്നു, അങ്ങോട്ടേക്ക് ഹെഡ് നിൽക്കും, ടെയിൽ നിൽക്കുന്നത് എവിടെ നിന്ന് പോകുന്നു എന്നുള്ളതാണ്. അപ്പൊ നമ്മളൊരു ക്രോസ്ഡ് ആരോയും കൂടെ കൊടുക്കും. യെസ്, ദെൻ എക്സാമ്പിളുകൾ കൊടുത്തിട്ടുണ്ട്. ഹൈഡ്രജൻ ഫ്ലൂറൈഡ്, ദെൻ വാട്ടർ കൊടുത്തിട്ടുണ്ട്, BF2 കൊടുത്തിട്ടുണ്ട്, BF3 കൊടുത്തിട്ടുണ്ട്. എക്സാമ്പിളുകൾ നോക്കുക. യെസ്, ദെൻ ആ പേജിന്റെ ഏറ്റവും ലാസ്റ്റ് എടുത്തേ. ലെറ്റ് us study an interesting case of NH3 and NF3 molecule എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്ന കണ്ടോ? യെസ്, ഫാത്തിമ ഒന്ന് വായിച്ചേ. ലെറ്റ് us study an interesting case of NH3 and NF3 molecule. Let us study an interesting case of NH3 and NF3 molecule. Both the molecules have pyramidal shape with a lone pair of pyramidal shape എന്നുള്ളത് അതിന്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് പഠിക്കാനുണ്ട് കേട്ടോ. യെസ്, പിരമിഡൽ ആണ് എന്നൊന്ന് ഓർത്ത് വെച്ചോളാം. നിങ്ങൾ അത് നോക്കുമ്പോൾ നോക്കിക്കേ, എല്ലാം കൂടെ ഒരുമിച്ച് ആ മുകളിലോട്ട് വരച്ചു കഴിഞ്ഞാൽ ഒരു പിരമിഡിന്റെ ഷേപ്പ് കിട്ടും. ഇങ്ങനെ ഇതിന് അമോണിയ ആണെങ്കിൽ NH, ഇവിടെ ഒരു ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസും ഉണ്ട്, ഓർബിറ്റിലാണ് കേട്ടോ. അത് ഇങ്ങോട്ടേക്ക് വരയ്ക്കുക, എല്ലാ ബോണ്ടും കൂടെ ഒരുമിച്ച് ഇതെല്ലാം കൂടെ അങ്ങോട്ട് കണക്ട് ചെയ്ത് വരയ്ക്കുക. കണ്ടോ? ഒരു പിരമിഡിന്റെ ഷേപ്പ് കിട്ടിയത് കണ്ടോ? യെസ്, ഷേപ്പിലോട്ട് നമുക്ക് വരാം. ഫാത്തിമ കണ്ടിന്യൂ. pyramidal shape with a lone pair of electrons on nitrogen atom. Although fluorine is more electronegative than nitrogen, the resultant
dipole moment of NH3 4.90 into 10 raised to minus 30 coulomb meter is greater than that of NF3 0.8 into 10 raised to minus 30 coulomb meter. This is because in case of NH3, the orbital dipole due to lone pair is in the same direction as the resultant dipole moment of the NH bonds, whereas in NF3, the orbital dipole is in the direction opposite to the resultant dipole moment of the three NF bonds. The orbital dipole, because of lone pair, decreases the effect of the resultant NF bond moments, which results in low dipole moment of NF3 as represented below. Yes, yes. Okay. അപ്പോൾ ഇവിടെ NH3 NF3 ഡൈപോൾ മൊമെന്റിന്റെ ആ ഒരു വേരിയേഷൻ അല്ലെങ്കിൽ ആ ഒരു ഡിഫറൻസ് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് കേട്ടോ. ഏതിനാണ് ഡൈപോൾ മൊമെന്റ് കൂടുതൽ, എന്തുകൊണ്ടാണ് എന്നുള്ളതിന്റെ റീസൺ ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. It is because in case NH3, the orbital dipole due to lone pair is in the same direction as the resultant dipole moment of NH bond. നിങ്ങൾ നോക്കിക്കേ ഫസ്റ്റ് ഫിഗറിന്റെ അകത്ത് എന്നും എച്ചും തമ്മിലുള്ള ഡൈപോൾ മൊമെന്റിന്റെയും ആ ലോൺ പെയർ ഇരിക്കുന്നതിന്റെ ഡൈപോൾ മൊമെന്റിന്റെയും ഡയറക്ഷൻ ഒരേ സൈഡിലോട്ടാണ്. അപ്പൊ റിസൾട്ടന്റ് ഡൈപോൾ മൊമെന്റ് ഒരേ സൈഡിലോട്ട് തന്നെയാ പോകുന്നേ. അവിടെ ക്യാൻസലേഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ല. നോക്കിക്കോളൂതേ, NH3 എല്ലാം ഒരേ ഡയറക്ഷനിൽ തന്നെയാ പോകുന്നത്. ആ ലോൺ പെയറിന്റെ ഡയറക്ഷൻ ഒരേപോലെ തന്നെയാണ്. അതുകൊണ്ട് അവിടെ ക്യാൻസലേഷൻ ഇല്ല. അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഓർബിറ്റലിന്റെ അകത്തുള്ള ഡൈപോള് ലോൺ പെയർ ഉള്ളത് കൊണ്ടിട്ടുള്ള ഡൈപോളും അതേപോലെ തന്നെ റിസൾട്ടന്റ് ഡൈപോളും 3 NH ബോണ്ട് ഉണ്ട്. അവിടെ നിന്ന് കിട്ടുന്ന ഡൈപോളും ഒരേ ഡയറക്ഷനിൽ ആണ്. പക്ഷെ NF3 കേസിലോ ഓർബിറ്റൽ ഡൈപോള് എന്തിന്റെയാ, റിസൾട്ടന്റ് ഡൈപോളിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് പോകുന്നത്. NF3 കേസിൽ 3 NF ബോണ്ട് ഉണ്ട്. അവിടെ ഡൈപോളിന്റെ ഡയറക്ഷൻ ടുവാർഡ്സ് ഫ്ലൂറിന്റെ അടുത്തോട്ടാണ് നിൽക്കുന്നത്, താഴത്തോട്ടാ നിൽക്കുന്നത്. അതേസമയം ലോൺ പെയറിന്റെ അകത്തുള്ള ഡൈപോൾ മൊമെന്റ് എങ്ങനെയാ, മേളിലോട്ടാ നിൽക്കുന്നത്. അപ്പൊ ചെറിയൊരു ക്യാൻസലേഷൻ അവിടെ വരും, ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയതുകൊണ്ട്. ഫുൾ ആയിട്ട് ക്യാൻസൽ ചെയ്ത് പോകില്ല, കാരണം താഴത്തോട്ട് 3 എണ്ണോ മുകളിലോട്ട് 1 എണ്ണമേ ഉള്ളൂ. ഫുൾ ക്യാൻസലേഷൻ ഇല്ല. Okay, so in the case of NF3, the orbital dipole is in the direction opposite to the resultant dipole moment of the 3 NF bond. The orbital dipole, because of lone pair, decreases the effect of the NF bond moments. ഈ ഓർബിറ്റൽ ഡൈപോൾ അവിടെ ഉള്ളത് കൊണ്ടാണ് ആ ഡൈപോൾ മൊമെന്റിൽ ചെറിയൊരു കുറവ് വന്നത്. അതുകൊണ്ടിട്ട് NF3 ലോ ഡൈപോൾ മൊമെന്റ് കാണിക്കുന്നു. യെസ്, ലൈക്ക് കമ്പയർഡ് വിത്ത് NH3 മോളിക്യൂൾ. ക്ലിയർ ആയോ, എന്താന്നുള്ളത് മനസ്സിലായോ? യെസ്. അപ്പൊ കോവാലൻ കോമ്പൗണ്ടുകള് പാർഷ്യൽ ആയിട്ട് എന്ത് കാണിക്കുന്നുണ്ട്, അയോണിക് ക്യാരക്ടർ കാണിക്കുന്നുണ്ട് അല്ലേ? അങ്ങനെയല്ലേ പഠിച്ചേ? കോവാലൻ കോമ്പൗണ്ടുകൾ എങ്ങനെയായിരുന്നു? കോവാലൻ കോമ്പൗണ്ടുകൾ നോൺ പോളാർ, ചാർജ് സെപ്പറേഷൻ ഒന്നും ഇല്ലായിരുന്നു. പക്ഷെ അവർക്ക് എന്ത് കാണിക്കുന്നു, ഇലക്ട്രോ നെഗറ്റിവിറ്റിയിലുള്ള ഡിഫറൻസ് കൊണ്ട് പാർഷ്യലി അവർക്ക് എന്ത് കാണിക്കുന്നു, ചാർജ് കിട്ടുന്നു. അവർ പോളാർ ആയിട്ട് മാറുന്നു. ചാർജ് കിട്ടിയാൽ അവരെ നമുക്ക് പാർഷ്യലി അവര് അയോണിക് ക്യാരക്ടർ കാണിക്കുന്നുണ്ടെന്ന് പറയാൻ പറ്റും. മുഴുവനായിട്ടും അവർ കൊടുക്കത്തില്ല, കുറച്ച് മാത്രം അവര് അട്രാക്ട് ചെയ്ത് മാറിപ്പോകുന്നു ഇലക്ട്രോൺസ്. ഓക്കെ, അപ്പൊ അവർക്ക് എന്തുണ്ട്, കോവാലൻ കോമ്പൗണ്ടുകൾ പാർഷ്യലി അയോണിക് ക്യാരക്ടർ കാണിക്കുന്നുണ്ട് എന്നുള്ള കാര്യം നമുക്ക് ക്ലിയർ ആയി ഫ്രം ദി പൊളാരിറ്റി ഓഫ് ദി ബോണ്ട് ഓർ ഫ്രം ഡൈപോൾ മൊമെന്റ്. കൺസെപ്റ്റ് ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് കൈവക്കിക്കേ. കോവാലൻ കോമ്പൗണ്ടുകൾ നോർമലി നോൺ പോളാർ ആയിരുന്നു. പക്ഷെ ഇലക്ട്രോ നെഗറ്റിവിറ്റിയിലുള്ള ഡിഫറൻസ് കൊണ്ടിട്ട് അവരെന്തായിട്ട് മാറുന്നു, പാർഷ്യലി അവർക്ക് ചാർജ് കിട്ടുന്നു. അല്ലെങ്കിൽ നമുക്ക് പറയാം കോവാലന്റ് കോമ്പൗണ്ടുകൾ പാർഷ്യലി അയോണിക് ക്യാരക്ടർ കാണിക്കുന്നുണ്ട്. അവിടെ ചെറിയൊരു പോസിറ്റീവും ചെറിയൊരു നെഗറ്റീവും കിട്ടിയാൽ അയോണിക് ആണ്. യെസ്, ഇതുമാതിരി തന്നെ അയോണിക് കോമ്പൗണ്ട്സ് പാർഷ്യലി കോവാലന്റ് ക്യാരക്ടർ കാണിക്കും. അയോണിക് കോമ്പൗണ്ട്സ് പാർഷ്യൽ ആയിട്ട് കോവാലൻ ക്യാരക്ടർ കാണിക്കുന്നുണ്ട്. അയോണിക് കോമ്പൗണ്ട്സ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? അയോണിക് കോമ്പൗണ്ട്സ് ഫർഹാൻ, അയോണിക് കോമ്പൗണ്ടുകൾ എങ്ങനെയാ ഫോം ചെയ്യുന്നത്? ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺ. ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺ. യെസ്. അപ്പൊ ഈ ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോണിൽ നിന്നും ഷെയറിംഗ് ഓഫ് ഇലക്ട്രോൺസിലോട്ട് എങ്ങനെ പോകും?
അതാണ് അയോണിക് കോമ്പൗണ്ടുകൾ പാർഷ്യലി കോവാലന്റ് ക്യാരക്ടർ കാണിക്കും എന്ന് നമ്മൾ പറയുന്നത്. ഓൾറെഡി അയോണിക് ആണ്, അവർ പാർഷ്യലി എന്ത് കാണിക്കും? കോവാലന്റ് ക്യാരക്ടർ കാണിക്കും. ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു റൂൾ ഉണ്ട്. ആ റൂളിന് പറയുന്നതാണ് ഫജാൻസ് റൂൾ എന്ന് നമ്മൾ പറയും. ഫജാൻസ് റൂള്, ഫജാൻസ് റൂൾ എന്നാണ് പറയുന്നത്. യെസ്, പാർഷ്യൽ കോവാലന്റ് ക്യാരക്ടർ ഓഫ് അയോണിക് കോമ്പൗണ്ടുകളെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന റൂളാണ് ഫജാൻസ് റൂൾ എന്ന് പറയുന്നത്. യെസ്, അയോണിക് കോമ്പൗണ്ട്സ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്തുള്ള അയോൺസ് ഏതൊക്കെയാണ് ഇർഫാൻ? പോസിറ്റീവും നെഗറ്റീവും ആനയോടും കാറ്റയോടും. ആനയോണും ഉണ്ട്, അതേപോലെ തന്നെ കാറ്റയോണും ഉണ്ട്. കാറ്റയോൺസ് എങ്ങനെയാ ഫോം ചെയ്യുന്നത് മിർസ? അയോൺസ് അക്സെപ്റ്റ് അല്ല നെഗറ്റീവ് ചാർജ് ആവും. അർജുൻ, ടീച്ചർ how cations are formed? അത് കാറ്റയോൺസ് എന്ന് പറയുമ്പോൾ അത് പോസിറ്റീവ് ചാർജ് ഒക്കെ അപ്പൊ അത് കൊടുത്തു കഴിയുമ്പോൾ പോസിറ്റീവ് ചാർജ് ഒരു ആറ്റം ഇലക്ട്രോണിനെ കൊടുക്കുമ്പോഴാണ് അവർ കാറ്റയോൺസ് ആയിട്ട് മാറുന്നത്. യെസ്, റോസ്മെരി, ആനയോൺസ് എങ്ങനെയാ ഫോം ചെയ്യുന്നേ? ഇലക്ട്രോൺസിനെ ഗെയിൻ ചെയ്ത് ഇലക്ട്രോൺസിനെ ഗെയിൻ ചെയ്യുമ്പോൾ ആനയോൺസ് വരും. എന്തുകൊണ്ടാണ് കാറ്റയോ ആ ഒരു ആറ്റം ഇലക്ട്രോണിനെ കൊടുക്കുന്ന ഭീമ? എന്തിനാ അങ്ങനെ ചെയ്യുന്നേ? സ്റ്റെബിലിറ്റി ഉണ്ടാക്കാൻ. സ്റ്റെബിലിറ്റി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മളൊരു അയോണിക് കോമ്പൗണ്ട് എടുക്കുവാണെങ്കിൽ അവിടെ തൊട്ടപ്പുറത്ത് ആനയോൺ അക്സെപ്റ്റ് ചെയ്യാൻ ഒരാൾ നിൽക്കുന്നത് കൊണ്ടിട്ടാണ് ഇവിടെ ഇരിക്കുന്ന ആറ്റം എന്തിനെ കൊടുക്കുന്നത്? ഇലക്ട്രോണിനെ കൊടുക്കുന്നത്. അവിടെ ആരും ഇല്ല എന്നുണ്ടെങ്കിൽ അവർ എന്ത് കൊടുക്കത്തില്ല? ഇലക്ട്രോണിനെ കൊടുക്കത്തില്ല, അല്ലെ? അപ്പുറത്ത് ആരെങ്കിലും വേണം. അവിടെ ഒരാളുണ്ട്, ഇലക്ട്രോണിനെ വാങ്ങിക്കാൻ പാകത്തിന് അവിടെ ഒരാളുണ്ട്. അതുകൊണ്ടാണ് അവിടെ കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നതും അവിടെ ഇലക്ട്രോണിനെ നമ്മൾ കൊടുക്കുന്നതും. ഓക്കെ, ഇനി ആനയോൺ അവിടെ ഉള്ളത് കൊണ്ട് ഈ കാറ്റയോൺ ഇവിടെ നിന്ന് ഇലക്ട്രോണിനെ കൊടുക്കുന്നു എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ആറ്റം അതിന്റെ ഇലക്ട്രോണിനെ കൊടുക്കുന്നത് തൊട്ടപ്പുറത്ത് വേറൊരാളുണ്ട്, വാങ്ങിക്കാൻ പാകത്തിന് ഒരാൾ ഉള്ളത് കൊണ്ടിട്ടാണ് എന്ത് സംഭവിക്കുന്നത്? ഇങ്ങനെ ഒരു കാര്യം ഇവിടെ നടക്കുന്നത്. കാറ്റയോൺസ് ഇലക്ട്രോണിനെ കൊടുക്കുന്നത്. ഓക്കെ, കാറ്റയോൺസ് ഇലക്ട്രോൺസിനെ കൊടുക്കുന്നതിനെ അല്ലെങ്കിൽ നമ്മൾ ആനയോൺസ് ഇലക്ട്രോൺസിനെ വാങ്ങിക്കുന്നതിന്റെ ബേസിൽ നമുക്ക് ഈ എങ്ങനെയൊക്കെയാണ് അയോണിക് കോമ്പൗണ്ടുകൾ കോവാലൻ ക്യാരക്ടർ കാണിക്കുന്നത് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. അതിന് 3 കാര്യങ്ങളാണ് ഉള്ളത്. 3 ഫാക്ടേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ കോവാലൻ ക്യാരക്ടർ അയോണിക് ബോണ്ടുകൾ കാണിക്കുന്നതിനെ പറ്റി നമ്മൾ പറയുന്നത്. അതാണ് ഫജാൻസ് റൂളിൽ പറയുന്നത്. ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അപ്പൊ ഫജാൻസ് റൂൾ അനുസരിച്ചിട്ട് ഫാക്ടേഴ്സ് ദാറ്റ് ഡിറ്റർമിൻ ദി കോവാലന്റ് ക്യാരക്ടർ, ഫാക്ടേഴ്സ് ദാറ്റ് ഡിറ്റർമിൻ ദി എക്സ്റ്റെന്റ് ഓഫ് കോവാലന്റ് ക്യാരക്ടർ. എന്തോരും കാണിക്കും? യെസ്, എക്സ്റ്റെന്റ് ഓഫ് കോവാലന്റ് ക്യാരക്ടർ ടു ആൻ അയോണിക് ബോണ്ട്. അയോണിക് ബോണ്ടിൽ എന്തോരും കോവാലന്റ് ക്യാരക്ടർ കാണിക്കാൻ പറ്റും എന്നുള്ളതിനെ അഫക്ട് ചെയ്യുന്ന 3 ഫാക്ടേഴ്സ് ആണുള്ളത്. ഒന്ന്, ദി പോളറൈസിംഗ് പവർ ഓഫ് ദി കാറ്റയോൺ. പോളറൈസിംഗ് പവർ ഓഫ് ദി കാറ്റയോൺ. യെസ്, പോളറൈസിംഗ് പവർ ഓഫ് ദി കാറ്റയോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അയോണിക് കോമ്പൗണ്ടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നതാ? ഓൾറെഡി അതിൻ്റെ അകത്ത് കാറ്റയോൺസും ഉണ്ട് ആനയോൺസും ഉണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാം. യെസ്, കാറ്റയോൺസ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഇലക്ട്രോൺസ് നഷ്ടപ്പെട്ട് നിൽക്കുന്നവരാണ് കാറ്റയോൺസ് എന്ന് പറയുന്നത്, അല്ലെ? കാറ്റയോൺസ് എന്ന് പറഞ്ഞാൽ ഒരു ഇലക്ട്രോണിനെ കൊടുത്തിട്ട് നിൽക്കുന്നവരാണ്. അപ്പൊ ഒരു ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ആണോ ഇലക്ട്രോൺ റിച്ച് ആണോ മൂവാതെ? ഇലക്ട്രോൺ ഡെഫിഷ്യന്റ്. ഇലക്ട്രോൺ ഡെഫിഷ്യന്റ്. ഓൾറെഡി ഇലക്ട്രോൺസിനെ നഷ്ടപ്പെട്ടിട്ടാണ് അയോണിക് കോമ്പൗണ്ടുകളിൽ കാറ്റയോൺസ് നിൽക്കുന്നത്. അപ്പൊ ഒരു ഇലക്ട്രോൺ ഡെഫിഷ്യന്റ്. ഈ ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ആയിട്ടുള്ള കാറ്റയോണിന് ഇലക്ട്രോൺസിനെ അട്രാക്ട് ചെയ്യാനുള്ള കഴിവാണോ ഉള്ളത്, അതോ വീണ്ടും കൊടുക്കാനുള്ള കഴിവാണോ ഉള്ളത്? റിസ്വിൻ, കാറ്റയോൺസ് ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ആണ്. അപ്പൊ അവർക്ക് ഇലക്ട്രോണിനെ അട്രാക്ട് ചെയ്യാനുള്ള കഴിവാണോ ഉള്ളത്, അതോ വീണ്ടും കൊടുക്കാനുള്ള കഴിവാണോ ഉള്ളത്? റിസ്വിൻ.
പിന്നെ ഇലക്ട്രോൺസ് ലൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അവരെന്ത് ചെയ്യും? അഷ്കർ, ഒന്നും കേൾക്കാൻ പാടില്ല. റിസൾട്ടിൽ ഉറക്കെ സംസാരിക്കൂ. കാറ്റിയോൺസ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ അയോണിക് കോമ്പൗണ്ട് നമ്മൾ എടുക്കുവാണെങ്കിൽ ഇത് ഒരു അയോണിക് കോമ്പൗണ്ട് കൂടെ എടുക്കുന്നു. എ ബി എന്ന് പറയുന്ന അയോണിക് കോമ്പൗണ്ട് എടുത്തു. ഈ എ പോസിറ്റീവ് ചാർജ് ആണ് എക്ക്, ബിക്ക് നെഗറ്റീവ് ചാർജ് ആണ്. അതായത് എ എന്ന് പറയുന്നത് കാറ്റിയോൺ ആണ്, ബി എന്ന് പറയുന്നത് ആനയോൺ ആണ്. ഇതൊരു അയോണിക് കോമ്പൗണ്ടിന് എക്സാമ്പിൾ ആണ്. ഈ അയോണിക് കോമ്പൗണ്ടുകള് പാർഷ്യലി കോവാലന്റ് ക്യാരക്ടർ കാണിക്കും എന്നാണ് നമ്മൾ പറഞ്ഞത്. അത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന റൂളാണ് ഫജാൻസ് റൂൾ എന്ന് പറയുന്നത്. അതിനെ അഫക്ട് ചെയ്യുന്ന ഫസ്റ്റ് ഫാക്ടർ ആണ് പോളറൈസിംഗ് പവർ ഓഫ് ദി കാറ്റിയോൺ. അതെന്താണെന്ന് ഞാൻ പറഞ്ഞു തരുന്നേ. അപ്പൊ നിങ്ങൾ എനിക്ക് ഉത്തരം തരണം, എന്നാലേ പറയാൻ പറ്റുള്ളൂ. യെസ്, അഷ്കർ പറ. കാറ്റിയോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? ഓൾറെഡി ഒരു ഇലക്ട്രോൺ ഇലക്ട്രോൺസ് നഷ്ടപ്പെട്ട് കഴിയുമ്പോഴാണ് കാറ്റിയോൺസ് ഫോം ചെയ്യുന്നത്. ഇലക്ട്രോൺസ് നഷ്ടപ്പെട്ടാൽ അവര് ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ആണ്, അല്ലെ? ഇലക്ട്രോൺസ് പോയി കഴിഞ്ഞാൽ അവർ ഇലക്ട്രോൺ ഡെഫിഷ്യന്റ്, സ്റ്റേബിൾ ആയിരിക്കാം, പക്ഷെ അവർ ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ആണ്. ഓൾറെഡി ഉള്ളത് അവരുടെ കയ്യിൽ പോയി. ഈ ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ആയിട്ടുള്ള ഈ കാറ്റിയോണിന് ഇനി ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്യാനുള്ള കഴിവാണോ ഉള്ളത്, വീണ്ടും കൊടുക്കാനുള്ള കഴിവാണോ ഉള്ളത്? സ്റ്റേബിൾ ആകൂലേ? യെസ്, കൊടുത്തത് സ്റ്റേബിൾ ആകാൻ വേണ്ടിയിട്ടാണ്, സമ്മതിച്ചു. അപ്പൊ ഒരു ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ആയി പോയി. ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ആണ്, ഇലക്ട്രോൺസ് ഇല്ല, പക്ഷെ സ്റ്റേബിൾ ആണ്. ഓക്കെ, പക്ഷെ ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ആയി കഴിഞ്ഞാൽ ഇനി അവർ പിന്നെ എന്തിനു വേണ്ടിയിട്ടായിരിക്കും ശ്രമിക്കുന്നത്? വീണ്ടും വീണ്ടും ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ആകാൻ നോക്കുകയോ അതോ ഇനി ഇലക്ട്രോണിനെ വാങ്ങിക്കാൻ നോക്കുകയോ? അതാണ് എന്റെ ക്വസ്റ്റ്യൻ. വാങ്ങിക്കാൻ നോക്കും. യെസ്, വാങ്ങിക്കാനായിട്ട് നോക്കും. ഓക്കെ, അപ്പൊ അയോണിക് കോമ്പൗണ്ടുകളുടെ കേസിൽ തൊട്ടപ്പുറത്ത് കാറ്റിയോണിന്റെ അപ്പുറത്ത് നിൽക്കുന്നത് ആരാ ലുക്മാനെ? ആനയോൺസ്. ആനയോൺസ് എങ്ങനെയാ ഫോം ചെയ്യുന്നത്? ഗെയിൻ ഓഫ് ഇലക്ട്രോൺസ്. ഇലക്ട്രോൺസിനെ ഗെയിൻ ചെയ്തിട്ടാണ് ആനയോൺസ് ഫോം ചെയ്യുന്നത്. ഇലക്ട്രോണിനെ കിട്ടിക്കഴിയുമ്പോൾ ഇലക്ട്രോൺ റിച്ച് ആണോ ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ആണോ? ഓൾറെഡി ഉള്ളതിനേക്കാളും കൂടുതൽ കിട്ടിക്കഴിഞ്ഞാൽ അവർ എന്തായിട്ട് മാറും? ഇലക്ട്രോൺ റിച്ച് ആയി മാറും. ഇലക്ട്രോൺ റിച്ച് ആയിട്ട് മാറും. ആസിം പറഞ്ഞേ, ഇലക്ട്രോൺ റിച്ച് ആയാൽ പിന്നെ ഇലക്ട്രോൺസിന് എന്തായിരിക്കും ചെയ്യുന്നത്? ആസിം ഷെയർ ചെയ്യുവാണോ ചെയ്യുന്നത്? അയോണിക് കോമ്പൗണ്ടുകളല്ലേ? യെസ്, ഷെയർ ചെയ്ത് കൊടുക്കും. ഇലക്ട്രോൺ റിച്ച് ആണ്, അപ്പൊ പിന്നെ അവരെന്തേ ചെയ്യുള്ളൂ? ഷെയർ ചെയ്യത്തേയുള്ളൂ. അപ്പം കാറ്റിയോൺസിന്റെ കേസ് നമ്മൾ പറഞ്ഞു, കാറ്റിയോൺസ് എങ്ങനെയാ? കൊടുത്തിട്ട് ഓൾറെഡി നിൽക്കുന്നു, സോ ഇലക്ട്രോൺ ഡെഫിഷ്യന്റ്, അപ്പൊ അവർക്ക് ഇനി വാങ്ങിക്കാനുള്ള ടെൻഡൻസി. ആനിയോൺസ് വാങ്ങിച്ചിട്ട് നിൽക്കുന്നു, അപ്പൊ അവർക്ക് ഇനി കൊടുക്കാനായിരിക്കും ടെൻഡൻസി. അപ്പൊ ക്രിസ്റ്റഫർ പറഞ്ഞു, കാറ്റിയോൺസ് ഇലക്ട്രോൺ വാങ്ങിക്കാനുള്ള ടെൻഡൻസി ആണ്. കാറ്റിയോൺസ് ഇലക്ട്രോൺ ഡെഫിഷ്യന്റ്, ഇലക്ട്രോൺസിനെ വാങ്ങിക്കും. ആരുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കും? ആനയോണിന്റെ കയ്യിൽ നിന്ന്. ആനയോണിന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കും. ഇലക്ട്രോൺസിനെ കിട്ടി, ഇലക്ട്രോൺ റിച്ച് ആയിട്ടാണ് നിൽക്കുന്നത്. ആ ഇലക്ട്രോൺ റിച്ച് ആയിട്ടുള്ള ആനയോണിൽ നിന്നും ഈ കാറ്റിയോൺ എന്ത് ചെയ്യും? ഇലക്ട്രോണിനെ വാങ്ങിക്കും. കാറ്റിയോൺസ് ഇതുപോലെ ഇലക്ട്രോൺസിനെ വാങ്ങിക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പോളറൈസിംഗ് പവർ ഓഫ് കാറ്റിയോൺ എന്ന് നമ്മൾ പറയും. ആനിയോൺസ് ഇലക്ട്രോൺ റിച്ച് ആയി കഴിഞ്ഞു, അത് കാറ്റിയോൺസിന് കൊടുത്താൽ അതിനെ പോളറൈസബിലിറ്റി ഓഫ് ദി ആനിയോൺ എന്ന് നമ്മൾ പറയും. പോളറൈസബിലിറ്റി ഓഫ് ദി ആനിയോൺ. കാറ്റിയോൺസ് ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ആണ്, അവർക്ക് ഇലക്ട്രോണുകളെ അട്രാക്ട് ചെയ്യാനുള്ള കഴിവുണ്ട്, അതിനെ നമ്മൾ പോളറൈസിംഗ് പവർ എന്ന് പറയും. ഇതിനു വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത് ആനയോൺ ആണ്, അതിനെ നമ്മൾ പോളറൈസബിലിറ്റി എന്ന് നമ്മൾ പറയും. പോളറൈസബിലിറ്റി. യെസ്, അപ്പൊ ഏതൊക്കെ ഫാക്ടേഴ്സ് ആണ് ആദ്യം അഫക്ട് ചെയ്യുന്നത് നോക്കാം. ഫസ്റ്റ് വൺ, പോളറൈസിംഗ് പവർ ഓഫ് ദി കാറ്റിയോൺ, ആൻഡ് ദ സെക്കൻഡ് വൺ, the polarizability of the anion. And the third one, the extent of distortion of the anion. അതിനോട് നമുക്ക് വരാം. യെസ്, അപ്പൊ കാറ്റിയോണിന് പോളറൈസിംഗ് പവർ ഉണ്ട്, ആനിയോണിന് പോളറൈസബിലിറ്റി ഉണ്ട്. പോളറൈസബിലിറ്റി ഉണ്ട്. യെസ്, ഇത്രയും കാര്യം മനസ്സിലായി എന്നുണ്ടെങ്കിൽ ഒന്ന് കൈവക്കിക്കേ. ഇത്രയും കാര്യങ്ങള്, അയോണിക് കോമ്പൗണ്ടുകള് പാർഷ്യലി കോവാലന്റ് ക്യാരക്ടർ കാണിക്കുന്നുണ്ട്.
3 ഫാക്ടേഴ്സ് ആണ് മെയിൻ ആയിട്ട് അതിനെ അഫക്ട് ചെയ്യുന്നത്. ഒന്ന് പോളറൈസിങ് പവർ ഓഫ് ദി കാറ്റയോൺ. പോളറൈസിങ് പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നതാ? ഫസ്റ്റ് വൺ എന്നതാന്ന് നോട്ട് ചെയ്ത് വെച്ചോ. പോളറൈസിങ് പവർ. പോളറൈസിങ് പവർ ഓഫ് ദി കാറ്റയോൺ എന്ന് പറഞ്ഞാൽ ability of cation to attract electron. Ability of cation to attract electron from anion. അതിനെയാണ് നമ്മൾ പോളറൈസിംഗ് പവർ ഓഫ് ദി കാറ്റയോൺ എന്ന് പറയുന്നത്. യെസ്. ഇനി ഇത് ഓരോ കാറ്റയോണിലും എങ്ങനെയാണ് എന്നുള്ള കാര്യം അറിയണം. യെസ്. മെയിൻ ആയിട്ട് 3 കാര്യങ്ങളാണ് നമ്മളിവിടെ നോക്കേണ്ടതായിട്ടുള്ളൂ. ഒന്ന് സൈസ് ഓഫ് ദി കാറ്റയോൺ. കാറ്റയോണിന്റെ സൈസ് കുറവാണോ കൂടുതലാണോ? നമ്മൾ ഓൾറെഡി പഠിച്ചതാ. പേരന്റ് ആറ്റത്തിനോട് കമ്പയർ ചെയ്യുമ്പോൾ കാറ്റയോണിന്റെ സൈസ് കുറവാണോ കൂടുതലാണോ ഫിദ? കുറവായിരിക്കും. യെസ്, കുറവായിരിക്കും. അത് തന്നെയാണ് ഫസ്റ്റ് പോയിന്റ്. സ്മോളർ ദി സൈസ്, സൈസ് കുറവ്. കാറ്റയോൺസ് കിട്ടിക്കഴിഞ്ഞാൽ സൈസ് കുറവ്. അതുപോലെ തന്നെ ഹയർ ദി ചാർജ്, സൈസ് കുറവും ചാർജ് കൂടുതലും ആണെങ്കിൽ പോളറൈസിംഗ് പവർ കൂടുതലായിരിക്കും. ഹയർ പോളറൈസിംഗ് പവർ, higher polarizing power. Smaller the size, higher the charge, greater is the polarizing power. Yes. അപ്പൊ ഇതൊന്ന് നോക്കിക്കാം മക്കളെ. ഞാൻ കുറച്ച് എലമെന്റുകൾ തരാം. ഒന്ന് പൊട്ടാസ്യം, പൊട്ടാസ്യം പ്ലസ്, സോഡിയം പ്ലസ്, റുബീഡിയം പ്ലസ്, സീഷ്യം പ്ലസ്. ഇവരെല്ലാവരും ഏത് ഗ്രൂപ്പിലുള്ള എലമെന്റുകളാണ്? ഏത് ഗ്രൂപ്പിലുള്ള എലമെന്റുകളാണെന്ന് പറയുക. അൽസാഫ് പറഞ്ഞേ. പൊട്ടാസ്യം, കാൽസ്യം, റുബീഡിയം, സീഷ്യം, ഇവർ ഏത് ഗ്രൂപ്പിലുള്ളവരാ? ഫസ്റ്റ് ഗ്രൂപ്പിലുള്ളവര്. ജമീലത്തെ ഇപ്പൊ ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ കാറ്റയോൺസിന്റെ എല്ലാം ചാർജ് എത്രയാ? പോസിറ്റീവ് അല്ലേ? യെസ്, പോസിറ്റീവ്. അതിന്റെ മാഗ്നിറ്റ്യൂഡ് എത്രയാ? വാല്യൂ എത്രയാണ്? ഒരു പോസിറ്റീവ് ആണോ, 2 പോസിറ്റീവ് ആണോ, 3 പോസിറ്റീവ് ആണോ എന്ന്? ഒരു പോസിറ്റീവ്. ഒരു പോസിറ്റീവ്. എല്ലാവരുടെയും ചാർജ് സെയിം ആണ് എന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പൊ ഇതിന്റെ അകത്ത് പോളറൈസിംഗ് പവർ ഏറ്റവും കൂടുതൽ ആർക്കാണ് എന്നുള്ളതിന്റെ ആ ഓർഡർ ഒന്ന് എഴുതി നോക്കിക്കേ. ചാർജ് എല്ലാവർക്കും ഒരുപോലെയാ. അപ്പൊ നമ്മൾ ഒരു ഫാക്ടർ മാത്രം കൺസിഡർ ചെയ്താൽ മതി, സൈസ്. സൈസ് കുറവുള്ളവർക്ക് പോളറൈസിംഗ് പവർ എങ്ങനെയായിരിക്കും? കൂടുതലായിരിക്കും. യെസ്. അപ്പൊ നോക്കിയിട്ട് വേഗം ഒന്ന് അറേഞ്ച് ചെയ്തേ. ആർക്കാണ് സൈസ് കുറവെന്ന് നോക്കുക. ഡൗട്ട് ഉള്ളവർ പേജ് നമ്പർ 79. ആറ്റോമിക് സൈസിന്റെ വേരിയേഷൻ എങ്ങനെയാ ഹാഷിം? ഇവരെല്ലാരും ഒരേ ഗ്രൂപ്പിലുള്ളവരാ. അപ്പൊ ഡൗൺസ് ദ ഗ്രൂപ്പ് ആറ്റോമിക് സൈസ് എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യോ ഡിക്രീസ് ചെയ്യോ? ഇൻക്രീസ് ചെയ്യും. യെസ്, ഡൗൺസ് ദ ഗ്രൂപ്പ് സൈസ് കൂടും. അപ്പൊ വേഗം അതിന്റെ ഓർഡറിൽ അറേഞ്ച് ചെയ്തേ. യെസ്, അസ്ലം. എന്നെ എന്നെ കെ പൊട്ടാസ്യം റുബീഡിയം സീഷ്യം. സീഷ്യം ആർക്കാ ഏറ്റവും കുറവ്? ഏറ്റവും കുറവ് എന്നേക്ക്. സൈസ് കുറവുള്ളത് സൈസ് കുറവ് എന്നേക്ക്. അപ്പൊ പോളറൈസിംഗ് പവർ കൂടുതൽ ആർക്കായിരിക്കും? പോളറൈസിംഗ് പവർ ഏറ്റവും കുറഞ്ഞ ആൾക്കല്ലേ? അതെ. അപ്പൊ എന്നേക്ക്? യെസ്, എന്നേക്കായിരിക്കും.
സൈസ് ആർക്കാണോ കുറവ് അവർക്കായിരിക്കും പോളറൈസിങ് പവർ. നമ്മളോട് ഈ ഓർഡർ ഒക്കെ എഴുതാൻ പറയുമ്പോഴത്തേക്കും കൂടുതൽ കുറവ് ഇൻക്രീസിങ് അല്ലെങ്കിൽ ഡിക്രീസിങ് ഓർഡർ എഴുതാൻ പറയുമ്പോൾ നിങ്ങൾ സൈൻ യൂസ് ചെയ്തിട്ട് വേണം എഴുതാൻ. ഗ്രേറ്റർ ദാൻ അല്ലെങ്കിൽ ലെസ് ദാൻ എന്ന് പറയുന്ന സൈൻ യൂസ് ചെയ്തിട്ട് വേണം കേട്ടോ എഴുതാൻ. യെസ്, അപ്പൊ ഇതിന്റെ ഡിക്രീസിങ് ഓർഡർ ഓഫ് ദി പോളറൈസിങ് പവർ നമുക്ക് ഇങ്ങനെ എഴുതാം. Na പ്ലസ് ഗ്രേറ്റർ ദാൻ K പ്ലസ് ഗ്രേറ്റർ ദാൻ RB പ്ലസ് ഗ്രേറ്റർ ദാൻ CS പ്ലസ്. എത്ര പേര് കറക്റ്റ് ചെയ്ത് ഉപയോഗിക്കേ? യെസ്, ഓക്കെ. അപ്പൊ ഇനി അടുത്തത് തരാം. നെക്സ്റ്റ് വൺ Na പ്ലസ് ഉണ്ട്, Al3 പ്ലസ് ഉണ്ട്, പിന്നെ Mg2 പ്ലസ് ഉണ്ട്. ഇവിടെ നമ്മൾ രണ്ട് ഫാക്ടേഴ്സും കൺസിഡർ ചെയ്യണം. ഏതൊക്കെയാ രണ്ട് ഫാക്ടേഴ്സ് ഫാത്തിമ? പീരീഡ് അല്ലേ, ഇവര് വേറെ പീരീഡ് അല്ലേ? അതെ, 3 എലമെന്റ്സും. ആ പിന്നെ ചാർജും ഡിഫറെന്റാ. അതെ, അതായത് സൈസും നമ്മൾ നോക്കണം, അതേപോലെ തന്നെ ചാർജും നമ്മൾ നോക്കണം. ചാർജ് വെച്ചിട്ട് എങ്ങനെയാന്നാ പറഞ്ഞത് റിസ്വാന? ചാർജ് വെച്ചിട്ട് പോളറൈസിങ് പവർ എങ്ങനെയാന്നാ പറഞ്ഞത് റിസ്വാന? മൈക്ക് മ്യൂട്ടാ. മൈക്ക് മ്യൂട്ടാണ്. ജമീലത്ത്? ഹൈ ചാർജ് ആണെങ്കിൽ പോളറൈസിംഗ് പവർ ഹൈ ആയിരിക്കും. ചാർജ് കൂടുതലാണെങ്കിൽ പോളറൈസിങ് പവർ എങ്ങനെയായിരിക്കും? കൂടുതലായിരിക്കും. മെമ്മറിയും പറഞ്ഞേ, സൈസിനോട് റിലേറ്റ് ചെയ്തിട്ട് എങ്ങനെയാ പോളറൈസിങ് പവർ പറയുന്നേ? സൈസ് കുറവാണെങ്കിൽ പോളറൈസിംഗ് പവർ കൂടുതലായിരിക്കും. യെസ്, പീരിയഡില് ലെഫ്റ്റ് ടു റൈറ്റ് സൈസിന്റെ വേരിയേഷൻ എങ്ങനെയാ റോസ്മരിയ? ലെഫ്റ്റ് ടു റൈറ്റ് സൈസ് കുറയുവാണോ സൈസ് കൂടുതലാണോ ചെയ്യുന്നത്? കൂടുവാണോ ചെയ്യുന്നത്? ലെഫ്റ്റ് ടു റൈറ്റ് സൈസ് കുറയും. ലെഫ്റ്റ് ടു റൈറ്റ് സൈസ് കുറയും, ടോപ്പ് ടു ബോട്ടം സൈസ് കൂടും. അപ്പൊ വേഗം അറേഞ്ച് ചെയ്യും. സോഡിയം, അലുമിനിയം, മഗ്നീഷ്യം. ടീച്ചറെ, യെസ്, ഈ പോളറൈസബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? പോളറൈസബിലിറ്റി ആനയോണ്ടെയാണോ ചോദിക്കുന്നത്? ആനയോണ്ടെ. അത് വരുന്നതേ ഉള്ളൂ പറയാൻ, ഞാൻ പറഞ്ഞു തരാം. ഓൾറെഡി അന്നേരം പറഞ്ഞു, ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ, ഡിസ്കഷൻ വരുന്നേ ഉള്ളൂ കേട്ടോ. യെസ്, ആനയോണിന് ഈ എന്താ കാറ്റയോണിന് പോളറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അലോ ചെയ്യാം, ഹെൽപ്പ് ചെയ്യുക എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. എബിലിറ്റി ഓഫ് ആനയോൺ ടു അലോ പോളറൈസേഷൻ. കാറ്റയോണിന്റെ പോളറൈസേഷന് വേണ്ടിയിട്ടുള്ള ആനയോണിന്റെ കഴിവ്. ആനയോൺ അവിടെ ഉള്ളത് കൊണ്ടാണ് കാറ്റയോൺ എന്ത് ചെയ്യുന്നത്? ഇലക്ട്രോണിനെ അട്രാക്ട് ചെയ്യുന്നത്. ആനയോണിലെ ഇലക്ട്രോൺ റിച്ച്, അതവിടെ ഉള്ളത് കൊണ്ടാണ് കാറ്റയോണിന് ഇത് സംഭവിക്കുന്നത്. അതിനെയാണ് നമ്മൾ പറയുന്നത് പോളറൈസബിലിറ്റി ഓഫ് ദി ആനയോൺ, എബിലിറ്റി ഓഫ് ദി ആനയോൺ ടു അലോ പോളറൈസേഷൻ. യെസ്, ഓക്കെ. ഇത് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞു എല്ലാവരും? യെസ്, ലുക്മാൻ? ഹൈ എനർജി മറ്റേ ചാർജ് Al3 പ്ലസിനല്ലേ? Al3 പ്ലസ് ഏറ്റവും കൂടുതൽ, അതിന് Mg2 പ്ലസ് എന്ന് വരും, അതിന് Na എന്ന് വരും. യെസ്, സോഡിയം, മഗ്നീഷ്യം, അലുമിനിയം ഒരേ പീരിയഡിലുള്ളവരാ. ലെഫ്റ്റ് ടു റൈറ്റ് എന്ത് ചെയ്യും? സൈസ് കുറയും. ഇതിൽ സൈസ് ഏറ്റവും കുറവ് അലുമിനിയത്തിനാണ്, ചാർജ് കൂടുതലും അലുമിനിയത്തിനാണ്. അപ്പൊ സ്മോളർ ദി സൈസ്, higher the charge, greater is the polarizing power of the cation. So the order is Na plus ഏറ്റവും കുറവ് less than Mg2 plus less than Al3 plus. പക്ഷെ സോഡിയത്തിന്റെ ഗ്രൂപ്പിൽ നമ്മൾ തൊട്ടു മുമ്പ് കണ്ടു സോഡിയത്തിന് എങ്ങനെയായിരിക്കും കൂടുതലാ. ആ ഗ്രൂപ്പിൽ നമുക്ക് തന്നിരിക്കുന്ന സെറ്റിൽ ആരാണോ ചെറുത് അവർക്ക് പോളറൈസിംഗ് പവർ കൂടുതലാ. ആർക്കാണോ ചാർജ് കൂടുതൽ അവർക്ക് പോളറൈസിംഗ് പവർ എങ്ങനെയായിരിക്കും? കൂടുതൽ ആയിരിക്കും. യെസ്, ക്ലിയർ ആയോ എന്താന്നുള്ളത്? ഓക്കെ, വേറൊന്നും തരാം. Ca2+ ആൻഡ് Zn2+, കാൽസ്യവും സിങ്കും.
calcium 2+ and Zn 2+. കാൽസ്യം എവിടെയാ സിങ്ക് എവിടെയാന്ന് പീരിയോഡിക് എടുത്ത് വെച്ച് നോക്കുക, എന്നിട്ട് ചെയ്യാം. കഴിഞ്ഞൊരു കൈ വെക്കുക കേട്ടോ. യെസ്, ഭീമ മറിയം കഴിഞ്ഞു, അഷ്കർ കഴിഞ്ഞു, ദെൻ ഫിദ, മുവാദ്, മിർസ, ഫാത്തിമ, അസ്ലം, ഹാഷിം. യെസ്, ജമീലത്ത്. യെസ്, ഹാഷിം പറഞ്ഞേ. Ca2+ less than Zn2+. Ca2+നെ ആർക്കാ കൂടുതൽ എന്ന് പറഞ്ഞേ? Ca2+നാണോ Zn2+നാണോ? Zn2+ന് പോളറൈസിംഗ് പവർ കൂടുതലാണ്. യെസ്, Zn2+ന് പോളറൈസിംഗ് പവർ കൂടുതലാണ് എന്നുള്ളവര് ഹാഷിമിന്റെ ഒപ്പം പോകുന്നവരൊക്കെ കൈ നോക്കിക്കേ. Zn2+ന് പോളറൈസിംഗ് പവർ കൂടുതലാണെന്ന് ശരിക്കും കൂടെ പോകട്ടെ കയ്യ്. യെസ്, കാൽസ്യം 2+നാ കൂടുതൽ എന്നുള്ളവരെന്ന് കൈ നോക്കിക്കേ. Ca2+നാണെന്ന് ആരുമില്ല. യെസ്, എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് മൂവാതെ? പീരീഡില് ലെഫ്റ്റ് റൈറ്റ് സൈസ് ചെറുതാവുമല്ലേ? ചെറുതാവുന്നു. അപ്പൊ സൈസ് കുറയുമ്പോ പോളറൈസിംഗ് പവർ കൂടും. സൈസ് കുറയുമ്പോൾ കൂടുതലാണ്. ഈ ഒരു കൺസെപ്റ്റ് നമ്മള് എന്താണ് ലുക്മാനെ ചിരിച്ചോണ്ടിരിക്കുന്നത്? പോയോ? യെസ്, ഓക്കെ. ഈ ഒരു കാര്യം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് നമ്മൾ കാറ്റിയോൺസിന്റെ കേസ് എടുത്ത് കഴിയുമ്പോഴത്തേക്കും അവർക്ക് നോബിൾ ഗ്യാസിന്റെ കോൺഫിഗറേഷനോട് കമ്പയർ ചെയ്തിട്ട് അല്ലെങ്കിൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷന്റെ ബേസിൽ നമ്മൾ വേറൊരു എക്സ്പ്ലനേഷൻ ഈ കേസിൽ കൊടുക്കാറുണ്ട്. ഓക്കെ, അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് കിട്ടിയിരിക്കുന്ന കാറ്റിയോൺസിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്താണ് എന്നുള്ളത് നമ്മൾ നോക്കുക. അതിനനുസരിച്ച് നമുക്ക് അതിന്റെ പോളറൈസിംഗ് പവർ കൂടുതലാണോ അതോ കുറവാണോ എന്നുള്ളത് പറയാനായിട്ട് പറ്റും. യെസ്, അപ്പൊ നിങ്ങളൊരു കാര്യം ചെയ്തേ, Zn2+ന്റെയും Ca2+ന്റെയും ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഒന്ന് എഴുതുക. Ca2+ന്റെയും Zn2+ന്റെയും ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുക. ആദ്യം എഴുതേണ്ടത് ആരുടെയാ? കാൽസ്യം എഴുതിയതിന് ശേഷം വേണം Ca2+ന്റെ എഴുതാൻ. എന്നാലും നിങ്ങൾക്ക് അത് എങ്ങനെയാ വന്നതെന്ന് മനസ്സിലാവുള്ളൂ കേട്ടോ. ആദ്യം കാൽസ്യം എഴുതുക, ദെൻ കാൽസ്യം 2+ന്റെ എഴുതുക. കാൽസ്യം 2+ ആകുമ്പോൾ ഉള്ള പ്രത്യേകത എന്താ? കാൽസ്യം 2+ ആകുമ്പോൾ എന്നാ സംഭവിക്കുന്നത് ആസിം? കാൽഷ്യത്തിന്റെ രണ്ടെണ്ണം കുറയും. കാൽസ്യത്തിൽ നിന്ന് 2 ഇലക്ട്രോൺ കുറയും. അതുപോലെ തന്നെ സിങ്ക് Zn2+ ആകുമ്പോൾ 2 ഇലക്ട്രോൺ പോയതിനു ശേഷമുള്ളത്. വേഗം ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതണം. ഫിദ പറഞ്ഞേ, കാൽസ്യത്തിന്റെ ആറ്റോമിക് നമ്പർ എത്രയാ? 20. അൽസാഫ്, സിങ്കിന്റെ ആറ്റോമിക് നമ്പർ 30. യെസ്, 30. ഓക്കെ, 4 ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വേഗം എഴുതുക. റിസ്വിൻ പറഞ്ഞേ, കാൽസ്യത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. റിസ്വിൻ. 1s2 2s2 2p6 3s2 3p6 4s2. യെസ്. അഷ്കർ, Ca2+ന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. 1s2 2s2 2p6 3s2 3p6. യെസ്. Then സിങ്കിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അർജുൻ.
1:2, 2:2p6, 3:2, 3p6, 4:3, 3d10. മിർസ Zn 2+ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1:2, 2:2, 2p6, 3:2, 3p6, 4:3, 3d8. അതെങ്ങനെ 4:3d8 വന്നേ മിർസ? ഇലക്ട്രോൺസ് പോകുന്നത് എവിടുന്നാ? ഒരാറ്റത്തിന്റെ ഇലക്ട്രോൺസ് പോകുന്നത് ഏത് ഷെല്ലിൽ നിന്നാണ്? ലാസ്റ്റ് ഷെല്ല്. ലാസ്റ്റ് ഷെല്ല്. ഇവിടുത്തെ ലാസ്റ്റ് ഷെല്ല് ഏതാ? 4s. 1 ആണോ 2 ആണോ 3 ആണോ 4? ഏതാ ലാസ്റ്റ് ഷെല്ല്? 4. 4. അപ്പൊ ഇലക്ട്രോൺസ് പോകുന്നത് എവിടുന്നാ? ഫോറസ്റ്റ്. അപ്പൊ എന്താ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുന്നത്? 3d10. 3d10. ലാസ്റ്റ് ഷെല്ല് ഫോറസ്റ്റിൽ നിന്നാണ് ഇലക്ട്രോൺസ് പോകുന്നത്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അനുസരിച്ച് കാൽസ്യത്തിന്റെ നമ്മൾ കണ്ടു. നമുക്ക് Ca2+ നമ്മൾ നോക്കുവാണെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് 2 2 4 6 10, 2 12 6 18. 18 ഇലക്ട്രോൺസ് വന്നാൽ അത് ഏത് എലമെന്റിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആയിരിക്കും? 18 വന്നാൽ ഇർഫാൻ, 18 വന്നാൽ അത് ആരുടെയാ? ഇർഫാൻ, ടീച്ചർ 18 ആർഗണ്ട്. യെസ്, ആർഗൺ. ആർഗൺ ഗ്രൂപ്പ് 18 ആണ്, നോബിൾ ഗ്യാസ് ആണ് എന്നുള്ള കാര്യം നമുക്കറിയാം. യെസ്, 18 ആർഗണിന്റെ കോൺഫിഗറേഷനിലോട്ട് പോയി, അത് നോബിൾ ഗ്യാസ് ആണ്. യെസ്, Zn 2+ എന്ന് പറഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് പറഞ്ഞേ ഭീമറിയും. ടോട്ടൽ നമ്പർ ഓഫ് 28. 28 എന്ന് പറയുന്നത് ആരുടെ ആറ്റോമിക് നമ്പറാ? നിക്കൽ. യെസ്, നിക്കൽ. അത് നോബിൾ ഗ്യാസ് ഒന്നുമല്ല. അപ്പൊ നമുക്ക് ഇതിന്റെ സ്റ്റെബിലിറ്റി ഒന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. ജസ്റ്റ് Zn-ൽ നിന്ന് സിംഗിൾ നിന്നും 2 ഇലക്ട്രോൺസ് പോയി എന്ന് മാത്രമേ ഉള്ളൂ, വേറെ കാര്യങ്ങൾ ഒന്നും ഇല്ല. മറ്റേ അതേസമയം കാൽസ്യം ആകുമ്പോഴത്തേക്കും 2 ഇലക്ട്രോൺസ് പോയി സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു കോൺഫിഗറേഷൻ കിട്ടി. അപ്പൊ നമ്മൾ ഇവിടെ പറയുന്നത് കാറ്റയോൺസ് വിത്ത് electronic configuration, cations with electronic configuration n-1d n ns0. കണ്ടോ, n-1 3d എന്ന് പറയുമ്പോഴത്തേക്കും ലാസ്റ്റ് ഷെല്ല് 4 ആ. 4 ന്ന് 1 പോയാൽ 3 കിട്ടും. സോ 3d 10 വന്നു, ns-ല് 0 വന്നു. ഇവർക്ക് പോളറൈസിംഗ് പവർ കൂടുതലാണ്. ഈസ് മോർ പോളറൈസിംഗ് than the one with noble gas configuration. ns2 np6. ഈ പോയിന്റ് ഓർത്ത് വെച്ചോണം കേട്ടോ. യെസ്, നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ ഉള്ളതിനേക്കാളും കൂടുതൽ പോളറൈസിംഗ് പവർ ആർക്കാണ് കൂടുതൽ? മറ്റവർക്കായിരിക്കും. അതിന്റെ റീസൺ വളരെ സിമ്പിൾ ആണ്. നോബിൾ ഗ്യാസിന്റെ കോൺഫിഗറേഷൻ കിട്ടിക്കഴിഞ്ഞാൽ, കാറ്റയോൺസിന് നോബിൾ ഗ്യാസിന്റെ കോൺഫിഗറേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അവർ എന്താകും? സ്റ്റേബിൾ ആകും. അവർക്ക് പിന്നെ അട്രാക്ട് ചെയ്യാനുള്ള കഴിവ് എങ്ങനെയായിരിക്കും? കുറവായിരിക്കും. ആനിയോൺ അവിടെ ഉണ്ടെങ്കിൽ പോലും അവർക്ക് അട്രാക്ട് ചെയ്യാനുള്ള കഴിവ് എങ്ങനെയായിരിക്കും? കുറവായിരിക്കും. കമ്പയർഡ് വിത്ത് ദി അതർ. അത്രേ ഉള്ളൂ. അവർ ചെയ്യില്ല എന്നല്ല നമ്മൾ പറയുന്നത്. കാൽസ്യത്തിനും പോളറൈസിംഗ് പവർ ഉണ്ട്, പക്ഷെ വേറൊരാളോട് സിങ്കിനോട് കമ്പയർ ചെയ്യുമ്പോൾ കുറവാണ് എന്ന് മാത്രമേ ഉള്ളൂ. മനസ്സിലായോ? യെസ്, അവരുടെ ഗ്രൂപ്പിൽ ഇപ്പൊ ഗ്രൂപ്പ് 2-ലുള്ളതാ കാൽസ്യം. കാൽസ്യത്തിന് കുറവാ, സ്റ്റേബിൾ ആയതുകൊണ്ട് കുറവാന്നല്ല. നിങ്ങൾ എന്നോട് ചോദിച്ചില്ലേ സ്റ്റേബിൾ അല്ലേ പിന്നെ എന്തിനാ ഇലക്ട്രോൺസിനെ വാങ്ങിക്കണമെന്ന് ചോദിച്ചില്ലേ? അവർക്കും പോളറൈസ് ചെയ്യാനുള്ള കഴിവുണ്ട്, പക്ഷെ എങ്ങനെയായിരിക്കും? കുറവായിരിക്കും എന്ന് മാത്രമേ ഉള്ളൂ.
ഓക്കെ, മനസ്സിലായ എന്താന്നുള്ളത്? 3 കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ പോളറൈസിംഗ് പവർ ഓഫ് ദി കാറ്റയോൺ എന്ന് നമ്മൾ പറയുന്നത്. ഏതൊക്കെയാ 3 പോയിന്റ്? ഫർഹാൻ പറഞ്ഞേ. പോളറൈസിംഗ് പവർ എക്സ്പ്ലെയിൻ ചെയ്യുന്ന 3 പോയിന്റ് ഏതൊക്കെയാ? പോളറൈസിംഗ് പവർ ഓഫ് കാറ്റയോൺ, പിന്നെ ഏതാ ടീച്ചറെ പറയണ്ട? മറ്റേ ഈ സ്മോളർ ദി സൈസ് ആണോ? പോളറൈസിംഗ് പവർ ഓഫ് ദി കാറ്റയോൺ. കാറ്റയോണിന്റെ പോളറൈസിംഗ് പവർ നമ്മൾ എങ്ങനെയാ കണ്ടുപിടിക്കുന്നേന്ന്? അതായത് സൈസ് സ്മോൾ ആവും തോറും ചാർജ് ഹയർ ആവും. അങ്ങനെയാണോ? ഹയർ ദി ചാർജ് എന്നല്ലേ? കൂടുന്നാണോ എഴുതി വെച്ചിരിക്കുന്നേ? അല്ല, സ്മോളർ ദി സൈസ് ഹയർ ദി ചാർജ് എന്നല്ലേ? സൈസ് കുറവും ചാർജ് കൂടുതലും, അങ്ങനെയാ നമ്മൾ പറയുന്നേ. സൈസ് കുറവാണെങ്കിൽ പോളറൈസിംഗ് പവർ കൂടുതലാണ്, ചാർജ് കൂടുതലാണെങ്കിൽ പോളറൈസിംഗ് പവർ എങ്ങനെയായിരിക്കും? കൂടുതൽ ആയിരിക്കും. നോബിൾ ഗ്യാസിന്റെ കോൺഫിഗറേഷൻ അല്ലാത്തവർക്കും പോളറൈസിംഗ് പവർ എങ്ങനെയായിരിക്കും? കൂടുതലായിരിക്കും. നോബിൾ ഗ്യാസിന്റെ കോൺഫിഗറേഷൻ ഉള്ളവർക്ക് മറ്റുള്ളവരോട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് പോളറൈസിംഗ് പവർ എങ്ങനെയായിരിക്കും? കുറവ് ആയിരിക്കും. അപ്പൊ സ്മോളർ ദി സൈസ്, ഹയർ ദ ചാർജ് ആൻഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അതർ ദാൻ നോബിൾ ഗ്യാസ് ആർ cations with a high polarizing power. Okay. Then second പോയിന്റിലോട്ട് വരാം. അയോണിക് കോമ്പൗണ്ടിൽ നമ്മൾ കാറ്റയോണിന്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, അപ്പൊ ഇനി അടുത്ത അയോൺ ഏതാണ് ഹാഷിം? അയോണിക് കോമ്പൗണ്ടുകളിൽ കാറ്റയോൺ അല്ലാത്ത മറ്റേ അയോണിന്റെ പേരെന്നാ? ആനയോൺ. യെസ്, ആനയോൺ. ആനയോൺ എന്തുണ്ടെന്നാ പറഞ്ഞു അസ്ലം? ആനയോണിന് പോസിറ്റീവ് ചാർജ്. ആനയോണിന് പോസിറ്റീവ് ചാർജ് ആണോ? അല്ല, ആനയോൺ നെഗറ്റീവ്. ആനയോണിന് നെഗറ്റീവ് ചാർജ്. നമ്മൾ ഫജാൻസ് റൂൾ അനുസരിച്ച് ആനയോണിന് എന്ത് കഴിവുണ്ടെന്നാ പറഞ്ഞേ? പറയൂ. അസ്ലം ടീച്ചർ പറയൂ. കാറ്റയോണിന് പോളറൈസിംഗ് പവർ ഉണ്ടെന്ന് പറഞ്ഞു. ആനയോണിന്റെ കേസിൽ എങ്ങനെയാന്ന് അത് പറഞ്ഞത്? ആനയോണില് ഫാത്തിമ ഷിജു. പോളറൈസബിലിറ്റി. പോളറൈസബിലിറ്റി ഓഫ് ദി ആനയോൺ. കാറ്റയോണിന് പോളറൈസിംഗ് പവർ ഉണ്ടെന്ന് പറഞ്ഞു. സ്മോളർ ദ സൈസ്, ഹയർ ദ ചാർജ്, പോളറൈസിംഗ് പവർ കൂടുതലാണ്. ആനയോണിന് പോളറൈസബിലിറ്റി ഉണ്ടെന്ന് പറഞ്ഞു. പോളറൈസബിലിറ്റി എന്ന് പറഞ്ഞാൽ കാറ്റയോണിനെ ആ പോളറൈസ് ചെയ്യിപ്പിക്കാനുള്ള ആനയോണിന്റെ കഴിവ്. ആനയോൺ അവിടെ ഉള്ളത് കൊണ്ടാണ് കാറ്റയോണിന് അങ്ങനെ സംഭവിക്കുന്നത്. അല്ലെങ്കിൽ ചുമ്മാ നിൽക്കുന്ന ആറ്റത്തിന് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. എന്തെങ്കിലുമൊക്കെ എഫക്ട് കൊടുക്കണമെങ്കിൽ അപ്പുറത്തോ ഇപ്പുറത്തോ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. ഓക്കെ, സോ സെക്കൻഡ് പോയിന്റ്, പോളറൈസബിലിറ്റി ഓഫ് ദി ആനയോൺ. പോളറൈസബിലിറ്റി ഓഫ് ദി ആനയോൺ. തൊട്ട് മുമ്പ് ഞാൻ പറഞ്ഞത് തന്നെ, എബിലിറ്റി ഓഫ് ആനയോൺ ടു അലൗ പോളറൈസേഷൻ. പോളറൈസേഷന് വേണ്ടി സമ്മതിച്ചു കൊടുക്കുക എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, കാറ്റയോണിനെ ഹെൽപ്പ് ചെയ്യുന്നു. ദാറ്റ് ഈസ് പോളറൈസബിലിറ്റി ഓഫ് ദി ആനയോൺ. യെസ്, റിസ്വാന, ആനയോണിന് സൈസ് കൂടുതലാണോ സൈസ് കുറവാണോ കമ്പയർഡ് വിത്ത് ദി പേരന്റ് ആറ്റം ഓർ കമ്പയർഡ് വിത്ത് ദി കാറ്റയോൺ? കൂടുതൽ. ആനയോണിന് സൈസ് കൂടുതൽ ആയിരിക്കും. യെസ്, അപ്പൊ നമ്മൾ പറയുന്ന ഫസ്റ്റ് പോയിന്റ് ഇതാണ്, ലാർജർ ദി സൈസ് ഓഫ് ആനയോൺ, ഹയർ ഈസ് ദി പോളറൈസബിലിറ്റി. Higher is the polarizability. Then second point, ചാർജ് വെച്ചിട്ട് നമ്മൾ പറയും ഹയർ ചാർജ് ആണെങ്കിൽ പോളറൈസബിലിറ്റി എങ്ങനെയായിരിക്കും? കൂടുതലായിരിക്കും. എന്തുകൊണ്ടാ? ടീച്ചറുടെ എക്സാമ്പിൾ പറയാം. നിങ്ങൾ നോക്കിക്കേ, ഞാനിവിടെ A- എന്നും A3- എന്നും എഴുതി. എന്താ ഇതിന്റെ അർത്ഥം ജമീലത്തെ? ചാർജ് ഡിഫറെന്റ്. ചാർജ് ഡിഫറെന്റാ. യെസ്, ഏതൊക്കെയാ ചാർജ് എന്ന് പറഞ്ഞേ?
A മൈനസും A3 പ്ലസും A3 പ്ലസ് ആണ്. A3 മൈനസ്. യെസ്. A മൈനസ് എങ്ങനെയാ ഉണ്ടായത്? A എങ്ങനെയാ A മൈനസ് ആയത്? അതൊരു ഇലക്ട്രോണ് ഗെയിൻ ചെയ്യില്ല. ഒരു ഇലക്ട്രോണിന് കിട്ടി. A എങ്ങനെയാ A3 മൈനസ് ആയേ? 3 ഇലക്ട്രോണ് ഗെയിൻ ചെയ്യും. കിട്ടി. അപ്പൊ ഭീമ പറഞ്ഞേ ആർക്കാ ഇവിടെ ഇലക്ട്രോൺ റിച്ച്നെസ് കൂടുതല്? A3 മൈനസ്. A3 മൈനസ്. ഇലക്ട്രോൺ റിച്ച്നെസ് കൂടുന്തോറും കാറ്റിയോനെ പോളറൈസ് ചെയ്യിക്കാനുള്ള ടെൻഡൻസി എന്ത് ചെയ്യും? കൂടും. കൂടുതൽ ഇലക്ട്രോൺസിനെ കൊടുക്കാനുള്ള കഴിവ് കൂടും. ഇലക്ട്രോൺ റിച്ച്. അതുകൊണ്ടാണ് ചാർജ് കൂടി കഴിയുമ്പോൾ പോളറൈസിങ് പവർ പോളറൈസബിലിറ്റി കൂടുതൽ ആണ് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ഓക്കെ. അപ്പൊ സൈസ് കൂടുതലാണെങ്കിൽ പോളറൈസബിലിറ്റി കൂടുതലായിരിക്കും. ഹയർ ചാർജ് ആണെങ്കിലും പോളറൈസബിലിറ്റി കൂടുതലാണ്. ഹയർ ചാർജ് ആനിയോണ് ഹയർ ചാർജ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ റിച്ച്നെസ് കൂടുക. ഹയർ ദി ചാർജ് ഹയർ ഈസ് പോളറൈസബിലിറ്റി. ഹയർ ഈസ് പോളറൈസബിലിറ്റി. ടീച്ചർ എക്സാമ്പിൾ തരാമെന്ന് അറേഞ്ച് ചെയ്യൂ. P3 മൈനസ്, Cl മൈനസ്, S2 മൈനസ്. ഫോസ്ഫറസ്, സൾഫർ, ക്ലോറിൻ. യെസ്. ഈ ആനയോണിനെ അവരുടെ പോളറൈസബിലിറ്റിയുടെ ഓർഡറിൽ അറേഞ്ച് ചെയ്യാം. ഡിക്രീസിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യാം. അതായത് ഏറ്റവും കൂടുതലുള്ള ആദ്യം എഴുതണം. യെസ്. കഴിഞ്ഞൊരു കൈ നോക്കിക്കേ. യെസ്. ആസിം ഫിനിഷ്ഡ്. യെസ്. ആസിമെ ഓർഡർ എന്ന് പറഞ്ഞേ. ഫോസ്ഫറസ് അല്ലേ ആദ്യം, പിന്നെ സൾഫർ, ക്ലോറിൻ. ഈ ഒരു ഓർഡർ എഴുതിയവരൊന്ന് കൈ നോക്കിക്കേ. P3 മൈനസ് ഗ്രേറ്റർ ദാൻ, S2 മൈനസ് ഗ്രേറ്റർ ദാൻ, Cl മൈനസ്. യെസ്. നമ്മൾ ഇവിടെ നെഗറ്റീവ് പോസിറ്റീവ് നോക്കുമ്പോഴത്തേക്കും ഒരിക്കലും നമ്മൾ നമ്പർ നോക്കരുത് കേട്ടോ. ആറ്റത്തിന്റെ കേസിൽ മൈനസ് പ്ലസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് -2 ആണോ -1 ആണോ വലുതെന്ന് ചോദിച്ചാൽ നമ്മൾ -1 എന്ന് പറയും. അത് നമ്മുടെ നമ്പർ സിസ്റ്റത്തിലുള്ളതാ. ഇവിടെ നമ്മൾ ചാർജ് വെച്ചിട്ടാണ് പറയുന്നത് കേട്ടോ. ഈ മൈനസ് വരുന്നത് ഇലക്ട്രോണിനെ കിട്ടുമ്പോഴുള്ള ചാർജ് എന്നുള്ളതിന്റെ ബേസിലാണ്. ഇവിടെ നമ്മൾ അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മാഗ്നിറ്റ്യൂഡ് മാത്രമേ കൺസിഡർ ചെയ്യുള്ളൂ. പോസിറ്റീവ് നെഗറ്റീവ് സൈൻ നോക്കുന്നില്ല. ജസ്റ്റ് മാഗ്നിറ്റ്യൂഡ് മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ. ചാർജ് നമ്മൾ നോക്കുന്നില്ല. ഓക്കെ. അപ്പൊ നമുക്ക് പറയാം ഒരുമിച്ച് എല്ലാം കൂടെ രണ്ടും കൂടെ ക്ലബ് ചെയ്തിട്ട് എഴുതുവാണെങ്കിൽ പോളറൈസബിലിറ്റി ഓഫ് ദി ആനിയോൺ എങ്ങനെ എഴുതാം? ലാർജർ ദി സൈസ്, higher is the charge of anion, greater is polarizability. Greater is the polarizability. Okay. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് ക്ലബ് ചെയ്തിട്ട് എല്ലാം കൂടെ ഒരുമിച്ച് വെച്ചിട്ട് നമ്മൾ ഫജാൻസ് റൂള് പറയുമ്പോൾ കാറ്റിയോൺ ആനിയോൺ സെപ്പറേറ്റ് അല്ല നമ്മൾ പറയുന്നത്. ഇതെല്ലാം കൂടെ ക്ലബ് ചെയ്തിട്ട് നമുക്ക് ഒറ്റ സെന്റൻസിൽ എന്താണ് ഫജാൻസ് റൂള് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. യെസ്. അപ്പൊ പറഞ്ഞേ ഫിദ പറഞ്ഞേ. ഫിദ, ഫജാൻസ് റൂൾ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? എന്ത് കാര്യം എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാ? അവിടെയല്ല, അവിടുന്ന് പുറകോട്ട് പോകും. കുറച്ചും കൂടെ പുറകോട്ട് പോകും. എന്തിനാണ് ഫജാൻസ് റൂൾ നമ്മൾ ഉപയോഗിക്കുന്നത്? ഏത് കാര്യം എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്? ഇതാ ഏത് ക്യാരക്ടർ ഉണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫജാൻസ് റൂൾ ഉപയോഗിക്കുന്നത്? പാർഷ്യൽ കോവാലന്റ് ക്യാരക്ടർ അല്ലെങ്കിൽ അയോണിക് ബോണ്ട് ക്യാരക്ടർ. അയോണിക് കോമ്പൗണ്ടുകളുടെ
പാർഷ്യൽ കോവാലന്റ് ക്യാരക്ടർ. അയോണിക് കോമ്പൗണ്ടുകൾ പാർഷ്യലി കോവാലന്റ് ക്യാരക്ടർ കാണിക്കുന്നു. അത് പ്രൂവ് ചെയ്യാനാണ് നമ്മൾ ഫജാൻസ് റൂൾ ഉപയോഗിക്കുന്നത്. എപ്പോഴാണ് അയോണിക് കോമ്പൗണ്ടുകൾ പാർഷ്യലി കോവാലന്റ് ക്യാരക്ടർ കാണിക്കുന്നത്? ആരുടെ സൈസ് കുറയും, ആരുടെ സൈസ് കൂടും? യെസ്, അൽസാഫ് പറഞ്ഞേ. ആർക്കാ സൈസ് കുറവ് വേണ്ടിയത്? നമ്പർ കൂടുതലുള്ളതിനല്ലേ സൈസ് കൂടുതൽ. ആർക്കാണ് സൈസ് കുറവ്? കാറ്റിയോണിനാണോ ആനിയോണിനാണോ? ഇത് നീ നമ്പർ. കാറ്റയോണിന് സൈസ് കുറവാ. സ്മോളർ ദി സൈസ് ഓഫ് ദി കാറ്റിയോൺ. ആനിയോൺ ആണെങ്കിലോ ഗെയിൻ ചെയ്യുമ്പോൾ വലുതാവില്ലേ? ലാർജർ ദി സൈസ് ഓഫ് ദി ആനിയോൺ, സ്മോളർ ദി സൈസ് ഓഫ് ദി ആറ്റോൺ. ഒരു അയോണിക് കോമ്പൗണ്ട് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ അയോണിക് കോമ്പൗണ്ടിന്റെ അകത്ത് കാറ്റിയോണിന്റെ സൈസ് കുറവും ആനിയോണിന്റെ സൈസ് കൂടുതലും ചാർജ് കൂടുതലും ആണെങ്കിൽ അവർ ഏത് ക്യാരക്ടർ കാണിക്കും? കോവാലന്റ് ക്യാരക്ടർ കാണിക്കും. അതാണ് ഫജാൻസ് റൂൾ എന്ന് നമ്മൾ പറയുന്നത്. ഫജാൻസ് റൂൾ എന്ന് നമ്മൾ പറയുന്നത്. യെസ്, അപ്പൊ എന്താണ് ഫജാൻസ് റൂൾ എന്നുള്ളത് നോട്ട് ചെയ്ത് വെക്കുക. നിങ്ങൾ പഠിപ്പിക്കുമ്പോ ക്ലാസ്സിൽ തന്നെ ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ, പല വിചാരം കൊണ്ടിരിക്കരുത്. ബന്ധമുള്ള കാര്യങ്ങളൊക്കെ തന്നെ പറയുക കേട്ടോ. നമ്മൾ എന്താ പഠിക്കാൻ തുടങ്ങി എന്നുള്ളത് ആദ്യമേ തന്നെ ടീച്ചർ പറയുന്നുണ്ട്. അതാണ് നമ്മൾ പഠിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം പഠിച്ചു കഴിയുമ്പോ. അല്ലാണ്ട് ഇപ്പൊ പറയുന്ന കാര്യങ്ങൾ മാത്രം ഓർത്തിരിക്കരുത്, എല്ലാം കണക്റ്റഡ് ആണ്. യെസ്, അപ്പൊ ഫജാൻസ് റൂൾ അനുസരിച്ച് when the cation is small and anion is large and charges are higher, the covalent character of the ionic compound is high. ഇതാണ് നമ്മൾ ഫജാൻസ് റൂളിൽ പറയുന്നത്. ആനിയോണിന്റെ സൈസ് കൂടുതൽ കാറ്റിയോൺസിന്റെ സൈസ് കുറവാണെങ്കിൽ അയോണിക് കോമ്പൗണ്ടുകള് കോവാലന്റ് ക്യാരക്ടർ കാണിക്കുന്നത് കൂടുതൽ ആയിരിക്കും. ഇലക്ട്രോനെഗറ്റിവിറ്റിയിൽ ഡിഫറൻസ് വന്നാൽ കോവാലന്റ് കോമ്പൗണ്ടുകൾ എന്ത് കാണിക്കും? അയോണിക് ക്യാരക്ടർ കാണിക്കും. അതാണ് നമ്മൾ ഡൈപോൾ മൊമെന്റ് ഉപയോഗിച്ച് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തത്. യെസ്, ഇത്രയും കാര്യം മനസ്സിലായോ? ഓക്കെ, അപ്പൊ പേജ് നമ്പർ 112. യെസ്, ചോദിച്ചോളൂ മോളെ. മിസ്, എല്ലാ കോമ്പൗണ്ട്സിലും ഈ കാറ്റിയോൺസ് ചെറുതും ആനിയോൺസ് ലാർജും അല്ലേ? അതെ, എല്ലാ അയോണിക് കോമ്പൗണ്ട്സിലും. അപ്പൊ എല്ലാവരും ഇങ്ങനെ ചെറുതായിട്ട് കോവാലന്റ് ക്യാരക്ടർ കാണിക്കൂലേ? അതെ, കാണിക്കും. പക്ഷെ നമ്മള് ചില കേസുകളില് ആനിയോൺസ് തന്നെ, ആനിയോൺസ് അല്ല എല്ലാവരും കാറ്റിയോൺസ് ആണെങ്കിലും സൈസ് കുറവുള്ളവര് വെച്ചിട്ട് അല്ലെങ്കിൽ സൈസ് കൂടുതൽ വെച്ചിട്ടുള്ളവരൊക്കെ വെച്ചിട്ട് കോമ്പൗണ്ടുകളെല്ലാം ഫോം ചെയ്യാറുണ്ട്. പല ടൈപ്പ് കോമ്പൗണ്ടുകളുണ്ട്. എല്ലാത്തിലും കാറ്റിയോൺസിന്റെ സൈസ് ചെറുത് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റാത്ത സിറ്റുവേഷൻസും വരും. ചിലപ്പോൾ കമ്പയറബിൾ സൈസ് ഉള്ളവരൊക്കെ ഉണ്ടാകും, അന്നേരം വ്യത്യാസം വരും. ഇപ്പം അയഡിനും ക്ലോറിനും കൂടെ ചേർന്നിട്ട് കോമ്പൗണ്ടുകൾ ഉണ്ടാകാം. അയഡിനും ക്ലോറിനും അവരുടെ രണ്ടുപേരും ഒരേ ഗ്രൂപ്പിലുള്ളവരാ, രണ്ടുപേരും ഹാലജൻസാ. അതിൽ ഒരാൾ കാറ്റിയോണും ഒരാൾ ആനിയോണും ആകും. സൈസ് കമ്പയറബിളാ, അന്നേരം ഇത് കാണിക്കണം നിർബന്ധം ഉണ്ടാവത്തില്ല. യെസ്, സാറ് ജോയിൻ ചെയ്തു. ഗുഡ് മോർണിംഗ്. 25, 26 നിങ്ങൾക്ക് ക്ലാസ് ഉണ്ടാവില്ല. മാത്രമല്ല നിങ്ങൾക്ക് 26-ാം തീയതി വെക്കായിരുന്ന റെമഡി ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ റീടെസ്റ്റും ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, താങ്ക് യു. ഓക്കെ, മനസ്സിലായ എന്താ? അപ്പൊ പേജ് നമ്പർ 1112 എടുത്തേ. 1112 അതിന്റെ അകത്ത് ആ പാരഗ്രാഫ്, ആ ഫിഗറിന്റെ താഴെ NH3 NF3 താഴെ കൊടുത്തിരിക്കുന്നത്
യെസ്, ജമീലത്തൊന്ന് വായിച്ച മോളെ. ജസ്റ്റ് ആസ് ഓൾ ദി കോവാലന്റ് ബോൺസ്. Just as all the covalent bonds have some partial ionic character, the ionic bonds also have partial covalent character. The partial covalent character of ionic bonds was discussed by Fajans in terms of the following rules. യെസ്, താഴെ കൊടുത്തിരിക്കുന്ന പോയിന്റുകളാണ് നമ്മളിപ്പോ ഡിസ്കസ് ചെയ്തത് മൊത്തം കേട്ടോ. അതിൻ്റെ അകത്ത് ആ കൊടുത്തിരിക്കുന്ന എല്ലാം കൂടെ ഒരുമിച്ച് കൊടുത്തിരിക്കുന്നു. നമ്മൾ കാറ്റയോന്റെ ആനയോന്റെ സെപ്പറേറ്റ് ആയിട്ട് പഠിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. യെസ്, ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പൊ ഇനി തുടക്കം തൊട്ട് ചാപ്റ്റർ തുടക്കം തൊട്ട് ഇതുവരെ ഉള്ളത് മാത്രം ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്ത് നോക്കുക. നമ്മൾ ഏറ്റവും ഫസ്റ്റ് എന്താണ് കെമിക്കൽ ബോണ്ട് എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത്. വാട്ട് ഈസ് എ കെമിക്കൽ ബോണ്ട്? എന്താണ് കെമിക്കൽ ബോണ്ട് എന്ന് പറഞ്ഞു. അതിനുശേഷം ലൂയിസിന്റെ ഇതനുസരിച്ച് നമ്മൾ ഡോട്ടുകൾ ഉപയോഗിച്ച് വാലൻസ് ഷെല്ലിലുള്ള ഇലക്ട്രോണുകളെ റെപ്രസെന്റ് ചെയ്തു. ദെൻ ഒക്ടറ്റ് റൂള്. ദെൻ എന്താണ് കോവാലന്റ് കോമ്പൗണ്ടുകൾ, അവരെങ്ങനെയാണ് ഫോം ചെയ്യുന്നത്, ലൂയിസ് ഡോട്ട് സ്ട്രക്ചർ ഉപയോഗിച്ചിട്ട് അവരുടെ റെപ്രസെന്റേഷൻ. ദെൻ ഒക്ടറ്റ് റൂളിന്റെ ലിമിറ്റേഷൻസ് പറഞ്ഞു, എക്സെപ്ഷണൽ കേസുകൾ പറഞ്ഞു. ദെൻ അയോണിക് കോമ്പൗണ്ടുകള്, അതുപോലെ തന്നെ അയോണിക് കോമ്പൗണ്ടുകൾ എങ്ങനെയാണ് ഫോം ചെയ്യുക എന്നുള്ള കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ദെൻ അതിനുശേഷം ബോണ്ട് പാരാമീറ്റേഴ്സ്, ബോണ്ട് ലെങ്ത്, ബോണ്ട് ആംഗിള്, ബോണ്ട് എൻതാൽപി, ബോണ്ട് ഓർഡർ പറഞ്ഞു. ദെൻ പൊളാരിറ്റി ഓഫ് ദി ബോണ്ട്, ഡൈപോൾ മൊമെന്റ് പറഞ്ഞു, ഫജാൻസ് റൂൾ നമ്മൾ പറഞ്ഞു. ഓക്കെ, ഇത്രയും കാര്യം പറഞ്ഞപ്പം ബോണ്ടുകളോട് അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്ന കാര്യങ്ങൾ മാത്രമേ നമ്മൾ പറഞ്ഞുള്ളൂ. ബോണ്ടുകൾ ഉണ്ടോ ഇല്ലയോ, എങ്ങനെയാണ് ബോണ്ട് ഫോം ചെയ്യുന്നത് എന്നൊരു കൺസെപ്റ്റ് മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. ഒരിക്കലും നമ്മൾ അതിന്റെ ഷേപ്പ് എന്താണ്, സ്ട്രക്ചറിലോട്ട് നമ്മൾ എത്തിയിട്ടില്ല. ചാപ്റ്ററിന്റെ പേരെന്നതാ? കെമിക്കൽ ബോണ്ടിങ് ആൻഡ് മോളിക്കുലർ സ്ട്രക്ചർ എന്നാ. ബോണ്ടുകളെ പറ്റി മാത്രമേ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. അതിന്റെ സ്ട്രക്ചർ എന്താണ്, അതിന്റെ ഷേപ്പ് എന്താണ് എന്നുള്ളൊരു കാര്യത്തിലോട്ട് നമ്മൾ എത്തിയിട്ടില്ല. അപ്പൊ ഇനി ഇതിന്റെ ഷേപ്പ് കാര്യങ്ങൾ എന്താണ് എന്നുള്ളതാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അതിന് 3 തിയറികൾ നമുക്ക് മെയിൻ ആയിട്ട് ഇവിടെ ഡിസ്കസ് ചെയ്യാനുണ്ട്. ഒന്ന് VSEPR തിയറി എന്ന് പറയും, പിന്നെ ഒരു VB തിയറി ഉണ്ട്, പിന്നെ ഒരു MO തിയറം ഉണ്ട്. ഓക്കെ, അപ്പൊ അതില് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫസ്റ്റ് തിയറി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നു. ദാറ്റ് ഈസ് വാലൻസ് ഷെൽ ഇലക്ട്രോൺ പെയർ റിപ്പൽഷൻ തിയറി. വാലൻസ് ഷെൽ ഇലക്ട്രോൺ പെയർ റിപ്പൽഷൻ തിയറി അല്ലെങ്കിൽ VSEPR തിയറി അങ്ങനെയും പറയും. ഇത്രയും വലിയ വേറൊന്നും ആരും പറഞ്ഞുകൊണ്ടിരിക്കാറില്ല. ജസ്റ്റ് VSEPR തിയറി എന്ന് മാത്രമേ പറയാറുള്ളൂ. ഓക്കെ, ആ പേര് കേൾക്കുമ്പോൾ തന്നെ ആ തിയറിക്കകത്തുള്ള എന്താണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് ഇത്തിരി പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കാനായിട്ട് പറ്റും. യെസ്, അർജുൻ ആ തിയറിയുടെ പേരൊന്ന് വായിച്ചേ. വാലൻസ് ഷെൽ ഇലക്ട്രോൺ പെയർ റിപ്പൽഷൻ തിയറി. വാലൻസ് ഷെൽ ഇലക്ട്രോൺ പെയർ റിപ്പൽഷൻ തിയറി. യെസ്, ഇനി അതിനകത്തുള്ള ഓരോ ടേമുകൾ ഒന്ന് പറഞ്ഞേ. ഫർഹാൻ, എന്താണ് വാലൻസ് ഷെൽ? മറ്റേ ലാസ്റ്റ് തന്നെ നമ്മൾ എടുക്കുള്ള ലാസ്റ്റ് ഷെല്ലിൽ തന്നെ. യെസ്, ഒരാറ്റത്തിന്റെ ഏറ്റവും ഔട്ടർ മോസ്റ്റ് ഷെൽ, ഏറ്റവും ലാസ്റ്റിലത്തെ ഷെല്ലിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? വാലൻസ് ഷെൽ എന്ന് നമ്മൾ പറയും. യെസ്, മിർസ, എന്താണ് ഈ വാലൻസ് ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? മിർസ, വാട്ട് ഈസ് വാലൻസ് ഇലക്ട്രോൺസ്? റോസ്മരിയ, വാട്ട് ഈസ് വാലൻസ് ഇലക്ട്രോൺസ്? ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോൺസ്. ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോൺസ് ആണ് വാലൻസ് ഇലക്ട്രോൺസ്. നമ്മൾക്കറിയാം വാലൻസ് ഷെൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഔട്ടർ മോസ്റ്റ് ഷെൽ. ഓക്കെ, വാലൻസ് ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺസ് ഇൻ ദി ലാസ്റ്റ് ഷെൽ ഓർ ഔട്ടർ മോസ്റ്റ് ഷെൽ. ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോണുകളെയാണ് നമ്മൾ വാലൻസ് ഇലക്ട്രോൺസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി ഈ ഇലക്ട്രോണിന്റെ ചാർജ് എന്താ ഭീമ? ഏത് ഇലക്ട്രോൺ എടുത്താലും അതിന്റെ ചാർജ് എന്തായിരിക്കും? പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് ആയിരിക്കില്ലേ? ഇലക്ട്രോണിന്റെ ചാർജോ? ഇലക്ട്രോണിന്റെ ചാർജ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? ഇലക്ട്രോണിന്റെ ചാർജ് പോസിറ്റീവ്. അയ്യോ സോറി ഇലക്ട്രോണിന്റെ ചാർജ് നെഗറ്റീവ്. ഇലക്ട്രോണിന്റെ ചാർജ് നെഗറ്റീവ് ആണ്.
ഇതൊരു ഷെല്ല് എടുത്തു എന്ന് വിചാരിക്കാം. ഇതൊരു ആറ്റം. ഇത് ന്യൂക്ലിയസ്, ഇത് ഔട്ടർ മോസ്റ്റ് ഷെല്ല്. ഇവിടെ ഒരു ഇലക്ട്രോൺ ഇരിക്കുന്നുണ്ടെന്ന് വിചാരിക്കാം. ഇപ്പുറത്ത് ഞാൻ വേറൊരു ഇലക്ട്രോണും കൂടെ വരച്ചു. രണ്ടു പേർക്കും നെഗറ്റീവ് ചാർജ് ആണേ. ഓക്കെ, മൂവാതെ ലൈറ്റ് ചാർജസ് റിപ്പൽഷൻ. യെസ്, റിപ്പൽഷൻ ആണെന്നുള്ള ലൈറ്റ് ചാർജസ് റിപ്പൽ ചെയ്യുകയാണുള്ളത്. ഓക്കെ, ലൈറ്റ് ചാർജസ് റിപ്പൽ ചെയ്യും എന്നുണ്ടെങ്കിൽ റിസ്വിനെ ആ രണ്ട് ഇലക്ട്രോൺസ് അടുത്തടുത്തിരിക്കുവോ? ഇല്ല. അവര് റിപ്പൽഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടല്ലേ ശ്രമിക്കുകയുള്ളൂ. അതുകൊണ്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ഇങ്ങനെ വരയ്ക്കാം. ഇത് ന്യൂക്ലിയസ്, ഇത് ഷെല്ല്, ഇവിടെ ഞാൻ ഒരു ഇലക്ട്രോണിനെ കൊടുത്തു, ഇവിടെ ഒരു ഇലക്ട്രോണിനെ കൊടുത്തു. റിപ്പൽഷൻ ഏറ്റവും മിനിമം ആക്കി നമ്മൾ വെച്ചു. റിപ്പൽഷൻ ഏറ്റവും മിനിമം ആക്കി നമ്മൾ വെച്ചിട്ടുണ്ട്. ഓക്കെ, അതായത് നമ്മൾ ഈ വാലൻസ് ഷെൽ ഇലക്ട്രോൺ പെയർ റിപ്പൽഷൻ തിയറി പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം. വാലൻസ് ഷെല്ലിലുള്ള ഇലക്ട്രോൺ പെയറുകളുടെ റിപ്പൽഷനെ പറ്റിയാണ് നമ്മളിവിടെ പറയുന്നത്. ആ റിപ്പൽഷന്റെ ബേസിൽ നമ്മൾ ഷേപ്പ് എന്തായിരിക്കും എന്നുള്ളതാണ് നമ്മൾ ഈ തിയറിക്കകത്ത് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു തിയറിയാണ്. അപ്പൊ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഇത്രയും കാര്യം ഉണ്ടായാൽ മതി. നമ്മൾ ഇവിടെ പഠിക്കുന്നത് ഒരു ആറ്റത്തിനെ പറ്റിയല്ല, ഒരു മോളിക്യൂളിനെ പറ്റിയാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പം ഒരു മോളിക്യൂള് ഫോം ചെയ്തതിന് ശേഷം വാലൻസ് ഷെല്ലിൽ ഉള്ള ഇലക്ട്രോൺ പെയറുകൾ നോക്കുക. അവരെ എന്ത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും? റിപ്പൽഷൻ കുറയ്ക്കാൻ വേണ്ടി ശ്രമിക്കും. റിപ്പൽഷൻ കുറച്ച് സ്റ്റേബിൾ ആയിട്ട് നിൽക്കും. ഈ തിയറിക്ക് നമ്മൾ പറയുന്ന പേരാണ് വാലൻസ് ഷെൽ ഇലക്ട്രോൺ പെയർ റിപ്പൽഷൻ തിയറി എന്ന് നമ്മൾ പറയുന്നത്. ഇത് വെച്ചിട്ട് നമ്മൾ എന്ത് പറയും? ഷേപ്പ് എങ്ങനെയായിരിക്കും എന്ന് പറയും. ഒരു മോളിക്യൂള്, ആ മോളിക്യൂൾ, അത് എക്സാമ്പിൾ പറഞ്ഞു കഴിയുമ്പോൾ കുറച്ചും കൂടെ മനസ്സിലാകും. ഏത് മോളിക്യൂൾ ആണെങ്കിലും അതിന്റെ സെൻട്രൽ ആറ്റം ഏതാണെന്ന് നമ്മൾ നോക്കുന്നു. സെൻട്രൽ ആറ്റത്തിന് ചുറ്റും ഉള്ള ഇലക്ട്രോൺ പെയറുകൾ നോക്കുന്നു. ഈ ഇലക്ട്രോൺ പെയറുകളുടെ ടെൻഡൻസി എപ്പോഴും എങ്ങനെയായിരിക്കും? റിപ്പൽഷൻ കുറയ്ക്കാനായിരിക്കും ഇവരുടെ ശ്രമം. റിപ്പൽഷൻ കുറയ്ക്കാൻ വേണ്ടി എങ്ങനെ അറേഞ്ച് ചെയ്ത് നിൽക്കാൻ പറ്റുമോ അവരെ ആ രീതിയിൽ അറേഞ്ച് ചെയ്ത് നിൽക്കും. ഓക്കെ, അതിനുശേഷം അതിന്റെ നമ്മൾ എന്ത് പറയും? ഷേപ്പ് പറയും. യെസ് ഭീമ. അത് റിപ്പൽഷൻ മിനിമം എന്നാണ് എഴുതിയിരിക്കണേ. അതെ, യെസ്. ഓക്കെ, അപ്പൊ ഇനി ഇതിന്റെ അകത്തുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് എന്താണെന്നുള്ള കാര്യം അറിയണം. ഈ ഒരു കാര്യം മാത്രമേ ഉള്ളൂ കേട്ടോ. അതായത് മോളിക്യൂൾ ഫോം ചെയ്യണം എന്നുണ്ടെങ്കിൽ സെൻട്രൽ ആറ്റം വേണം, ചുറ്റും ആൾക്കാർ വേണം. സെൻട്രൽ ആറ്റത്തിന്റെ വാലൻസ് ഷെല്ലിലുള്ള ഇലക്ട്രോൺ പെയറുകൾ ഉണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാം. ഇലക്ട്രോൺ പെയറുകൾ തമ്മിൽ റിപ്പൽഷനും ഉണ്ട്. അവർ റിപ്പൽഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടായിരിക്കും അവർ ശ്രമിക്കുന്നത്. റിപ്പൽഷൻ കുറച്ച് മാക്സിമം സ്റ്റേബിൾ ആയിട്ട് നിൽക്കുക. യെസ്, അപ്പൊ ഇനി അതിന്റെ അകത്തുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് നോക്കാം. പേജ് നമ്പർ 113. ഫീച്ചേഴ്സ് മുഴുവൻ ഞാൻ നോട്ട്ബുക്കിലോട്ട് എഴുതുന്നില്ല, ടെക്സ്റ്റ് ബുക്ക് ഉണ്ടായിരിക്കും. ടെക്സ്റ്റ് ബുക്ക് എല്ലാവരും തുറന്നു വെച്ചേക്കുമല്ലേ? പേജ് നമ്പർ 113. യെസ്, അപ്പൊ ഫസ്റ്റ് പോസ്റ്റിലെ ടീച്ചർ വായിക്കാം. ദ ഷേപ്പ് ഓഫ് എ മോളിക്യൂൾ ഡിപ്പെൻഡ്സ് അപ്പോൺ. യെസ്, അതുവരെയുള്ള കാര്യങ്ങളൊന്ന് വായിച്ചേ. യെസ്, മൂവാത്. As already explained, Lewis' concept is unable to explain shapes of the molecules. This theory provides a simple procedure to predict the shape of covalent molecules. Sidgwick and Powell in 1940 proposed a simple theory based on the repulsive interactions of the electron pairs in the valence shell of the atom. It was further developed and redefined by Nyholm and Gillespie. Yes. Okay. അപ്പൊ നമ്മളിവിടെ പറയുന്നത് വാലൻസ് ഷെല്ലിലുള്ള ഇലക്ട്രോൺ പെയറുകളുടെ റിപ്പൽഷൻ. അത് വെച്ചിട്ട് നമ്മൾ എന്ത് പറയുന്നു? ഷേപ്പ് എന്താണ് എന്നുള്ളത് പറയുന്നു. അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇനി ഇതിനകത്തുള്ള ഇമ്പോർട്ടന്റ് പോയിന്റ്സ്. ഫസ്റ്റ് പോയിന്റ്, ദ ഷേപ്പ് ഓഫ് ദി മോളിക്യൂൾ ഡിപ്പെൻഡ്സ് അപ്പോൺ ദി നമ്പർ ഓഫ് വാലൻസ് ഷെൽ ഇലക്ട്രോൺ പെയർസ് അറൌണ്ട് ദി സെൻട്രൽ ആറ്റം. സെൻട്രൽ ആറ്റത്തിന് ചുറ്റുമുള്ള ഇലക്ട്രോൺ പെയറുകളുടെ ബേസിൽ ആണ് നമ്മൾ എന്ത് പറയുന്നത്? ഷേപ്പ് പറയുന്നത്.
Shape of the molecule depends on the number of valence shell electron pairs around the central atom. Central atomത്തിന്റെ valence shell നോക്കുന്നു after the formation of bond. Molecule എന്ന് പറഞ്ഞാൽ bond formation ഒക്കെ കഴിഞ്ഞതിന് ശേഷം central atom ഏതാ നോക്കുക. Central atomത്തിന്റെ valence shell എടുക്കുക, അതിന്റെ അകത്തുള്ള ഇലക്ട്രോണുകൾ നോക്കുക. ആ ഇലക്ട്രോൺ പെയറുകൾ ഏതൊക്കെയാണെന്ന് നോക്കുക. ഓക്കെ, അതിന്റെ അകത്ത് സെൻട്രൽ ആറ്റത്തിന് പ്രത്യേകതകളുണ്ട്. അവർക്ക് വേണമെങ്കിൽ ബോണ്ട് ഫോം ചെയ്യാം. ബോണ്ട് ഫോം ചെയ്തതിന് ശേഷം റിമൈനിങ് ലോൺ പെയറും വരാം. നമ്മളിപ്പം NH3 കണ്ടില്ലേ മക്കളെ, നോക്കിക്കേ, NH3 എന്ന് പറയുമ്പോഴത്തേക്കും അമോണിയ ഫോം ചെയ്തതിന് ശേഷം നൈട്രജന്റെ അകത്ത് എന്തുണ്ട്? ഒരു സെറ്റ് ലോൺ പെയർ ഉണ്ട്. വാട്ടർ മോളിക്യൂളിന്റെ കേസിൽ ഓക്സിജന് ചുറ്റും 2 സെറ്റ് ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ ഉണ്ട്. അപ്പൊ 2 ടൈപ്പ് ഇലക്ട്രോൺ പെയറുകൾ അവിടെ ഉണ്ട്. ഒന്ന് ബോണ്ടിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നവരുമുണ്ട്, ബോണ്ടിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്തവരുമുണ്ട്. ബോണ്ടിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നവരെ നമ്മൾ ബോണ്ട് പെയർ എന്ന് വിളിക്കും. ബോണ്ടിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാണ്ട് ചുമ്മാ നിൽക്കണവരെ നമ്മൾ എന്ത് വിളിക്കും? ലോൺ പെയർ എന്ന് വിളിക്കും. ഓക്കെ, അതാണ് അവിടെ ഇലക്ട്രോൺ പെയർ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. ബോണ്ടഡും ആകാം, നോൺ ബോണ്ടഡും ആകാം. അത് വെച്ചിട്ടാണ് ഷേപ്പ് പറയുന്നത്. എങ്ങനെ? Pairs of electrons in the valence shell repel one another since their electron clouds are negatively charged. ഇലക്ട്രോൺ പെയറുകൾ തമ്മിൽ എന്തായാലും റിപ്പൽഷൻ ഉണ്ട്. കാരണം എന്താ? ഇലക്ട്രോൺസ് എല്ലാം നെഗറ്റീവ്ലി ചാർജ്ഡ് ആയതുകൊണ്ട്. യെസ്, നമ്മളിപ്പോ പറഞ്ഞത് തന്നെ. Then these pairs of electrons tends to occupy such a positions in space that minimize repulsion and thus maximize distance between them. ഈ ഇലക്ട്രോൺ പെയറുകളെല്ലാം എന്തിനു വേണ്ടി ശ്രമിക്കും? റിപ്പൽഷൻ കുറയ്ക്കാൻ വേണ്ടി ശ്രമിക്കും. റിപ്പൽഷൻ കുറച്ച് മാക്സിമം ഡിസ്റ്റൻസിൽ ഇരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും അവര് ശ്രമിക്കുന്നത്. Then the valence shell is taken as a sphere with the electron pairs localizing on the spherical surface at a maximum distance from one another. നമ്മള് അത് ഇത്രേ പറയുന്നുള്ളൂ. സെൻട്രൽ ആറ്റം എടുക്കുന്നു, സെൻട്രൽ ആറ്റത്തിന് ചുറ്റും വാലൻസ് ഷെല്ലിനെ ഒരു സ്പിയർ ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. എന്നിട്ട് വേണം നമ്മൾ ഇലക്ട്രോൺ പെയറുകളെ നമ്മൾ അറേഞ്ച് ചെയ്യാൻ. അല്ലാണ്ട് അതിലും ഇതിലേയും പോയിരിക്കുന്ന ഇലക്ട്രോൺ പെയറുകളെ മാക്സിമം ഡിസ്റ്റൻസിൽ നമ്മൾ അറേഞ്ച് ചെയ്യുകയോ അല്ല ചെയ്യുന്നത്. ഓക്കെ, ഞാൻ പറയുകയാണ്, ഇത് സെൻട്രൽ ആറ്റം. ഈ സെൻട്രൽ ആറ്റത്തിന് ചുറ്റും വാലൻസ് ഷെല്ല് സ്പിയർ എന്നുള്ള രീതിയിൽ കൺസിഡർ ചെയ്തിട്ട് വേണം ഇലക്ട്രോൺ പെയറുകളെ നമ്മൾ അറേഞ്ച് ചെയ്യാൻ. അല്ലാതെ കൊണ്ടിട്ട് ഇത് ന്യൂക്ലിയസ്, ഇങ്ങേറ്റ തലത്തിൽ ഒരാളിരിപ്പുണ്ട്, ഈ ഭാഗത്ത് ഒരു ഇലക്ട്രോൺ പെയർ ഇരിപ്പുണ്ട്, എന്നിട്ട് മിനിമത്തിൽ നിൽക്കാനല്ല നമ്മൾ നോക്കുന്നത്. ഓൾറെഡി സെൻട്രൽ ആറ്റത്തിന് ചുറ്റുമുള്ളവരെ നമ്മൾ ഒരു സ്പെറിക്കൽ ഷേപ്പിൽ അറേഞ്ച് ചെയ്യുന്നു. അതിനുശേഷം വേണം നമ്മൾ റിപ്പൽഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഷേപ്പിലോട്ട് പോകാൻ വേണ്ടിയിട്ട്. ഓക്കെ, സ്പെറിക്കലിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി അവിടെ സിംഗിൾ ബോണ്ട് അല്ലാണ്ട് ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ ഒക്കെ ഉണ്ടെങ്കിലൊന്നും കുഴപ്പമില്ല. അതിനെല്ലാം നമ്മൾ സിംഗിൾ ബോണ്ട് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ആ പോയിന്റ് ഇമ്പോർട്ടന്റ് ആണ്. എ മൾട്ടിപ്പിൾ ബോണ്ട് ഈസ് ട്രീറ്റഡ് ആസ് ഇഫ് ഇറ്റ് ഈസ് എ സിംഗിൾ ഇലക്ട്രോൺ പെയർ ആൻഡ് 2 or 3 ഇലക്ട്രോൺ പെയർസ് ഓഫ് എ മൾട്ടിപ്പിൾ ബോണ്ട് ആർ ട്രീറ്റഡ് ആസ് എ സിംഗിൾ സൂപ്പർ പെയർ. സിംഗിൾ ബോണ്ടിനെ നമുക്ക് സിംഗിൾ ബോണ്ട് തന്നെ വിളിക്കാം. പക്ഷെ മൾട്ടിപ്പിൾ ബോണ്ടിനെയും നമ്മൾ ഒരു സിംഗിൾ സൂപ്പർ പെയർ ആയിട്ട് തന്നെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഏത് തിയറിക്കകത്ത്? VSEPR തിയറിക്കകത്ത്. ഇവിടെ നമ്മൾ ഡബിൾ ബോണ്ട് ട്രിപ്പിൾ ബോണ്ട് എന്നൊന്നുമില്ല. ഏത് ബോണ്ട് ആണെങ്കിലും അതിനെ ഒരു സിംഗിൾ സൂപ്പർ പെയർ ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അത്രയും പോയിന്റുകളാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇത് വെച്ചിട്ടാണ് നമ്മൾ ഷേപ്പ് എന്താണ് എന്നുള്ളത് പറയുന്നത്. ഓക്കെ, ഫീച്ചേഴ്സ് എന്താന്നുള്ള കാര്യം ക്ലിയർ ആയോ? ഓക്കെ, അപ്പൊ ഇനി ഇവിടെ നമ്മൾ പറഞ്ഞു റിപ്പൽഷൻ മിനിമൈസ് ചെയ്തിട്ടാണ് ഷേപ്പ് പറയുന്നത് എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. ആ ഒരു കാര്യം മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ. ഒരു മോളിക്യൂൾ ഫോം ചെയ്ത് VSEPR തിയറിക്കകത്ത് പറയുന്ന കാര്യം ഇത്രേ ഉള്ളൂ. മോളിക്യൂളിന്റെ ഫോർമേഷന് ശേഷം സെൻട്രൽ ആറ്റത്തിന് ചുറ്റും ഉള്ള ഇലക്ട്രോൺ പെയറുകളെ സ്പിയർ എന്ന് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ഇലക്ട്രോൺ പെയറുകൾ തമ്മിൽ എന്തുണ്ട്? റിപ്പൽഷൻ ഉണ്ട്. അവര് റിപ്പൽഷൻ കുറച്ച് മാക്സിമം ഡിസ്റ്റൻസിൽ നിൽക്കുന്നു. അതിനുശേഷം നമ്മൾ അതിന്റെ ഷേപ്പ് എന്താണ് എന്നുള്ളത് നമ്മൾ പറയും. ഓക്കെ, ഇനി ഈ റിപ്പൽഷന് ഓർഡർ ഉണ്ട്. റിപ്പൽഷന്റെ ഓർഡറും കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം. യെസ്, റിപ്പൽഷന്റെ VSEPR തിയറി അനുസരിച്ച് റിപ്പൽസീവ് ഇന്ററാക്ഷൻ ഓഫ് ദി ഇലക്ട്രോൺ പെയർ ആണ് തൊട്ടു താഴെ കൊടുത്തിരിക്കുന്നത്. ലോൺ പെയറും തമ്മിലുള്ള റിപ്പൽഷൻ ആണ് ഏറ്റവും കൂടുതൽ. അതായത് 2 ലോൺ പെയറുകൾ അടുത്തടുത്ത് ഇരിക്കത്തില്ല. അവര് മാക്സിമം ഡിസ്റ്റൻസിലേ ഇരിക്കുള്ളൂ. ദെൻ അതിനുശേഷം ലോൺ പെയർ, ബോണ്ട് പെയർ. ഏറ്റവും കുറവ് റിപ്പൽഷൻ ഉള്ളത് ബോണ്ട് പെയർ ആണ്. അപ്പൊ ബോണ്ട് പെയറുകൾ 2 എണ്ണം കുറച്ചൊക്കെ അടുത്ത് വന്നാലും കുഴപ്പമില്ല. ലോൺ പെയറുകൾ ഒട്ടും അടുത്ത് വരാൻ പാടില്ല. ലോൺ പെയർ റിപ്പൽഷൻ ഏറ്റവും കൂടുതലാണ്. ദെൻ ലോൺ പെയർ ബോണ്ട് പെയർ റിപ്പൽഷൻ, ദെൻ ബോണ്ട് പെയർ റിപ്പൽഷൻ. ക്ലിയർ ആണോ? മനസ്സിലായോ?
ഇനി ഒരു എക്സാമ്പിൾ വരച്ചു കഴിയുമ്പോൾ മനസ്സിലാകും. ടീച്ചർ ഒരു സ്ട്രക്ചർ വരയ്ക്കാം. ഇനി ഇവിടെ ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. ഈ ഓർഡർ എപ്പോഴും മനസ്സിൽ വേണേ. ലോൺ പെയർ ഗ്രേറ്റർ ദാൻ, ലോൺ പെയർ ഗ്രേറ്റർ ദാൻ, ബോണ്ട് പെയർ. ലോൺ പെയറും തമ്മിലുള്ള റിപ്പൽഷൻ ആണ് ഏറ്റവും കൂടുതൽ. ദെൻ ലോൺ പെയർ, ദെൻ ബോണ്ട് പെയർ. യെസ്. അപ്പൊ ഇവിടെ ടീച്ചർ ഒരു കോമ്പൗണ്ട് വരയ്ക്കാം. ഞാൻ വരയ്ക്കുന്നത് BCl2 ആണ് കേട്ടോ. ഇത് ബെർലിയം. ഓക്കെ, ബെർലിയത്തിന്റെ ആറ്റോമിക് നമ്പർ എത്രയാണ്? ബെർലിയത്തിന്റെ ആറ്റോമിക് നമ്പർ, യെസ്, ഹാഷിം പറഞ്ഞ ബെർലിയത്തിന്റെ ആറ്റോമിക് നമ്പർ എത്രയാ മോനെ? ഹാഷിം? 4. ബെർലിയത്തിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട് അസ്ലം? യെസ്, 2 എണ്ണം. ഞാൻ 2 ഇലക്ട്രോൺ ഇവിടെ വരച്ചു വെച്ചു കേട്ടോ. യെസ്, ഞാൻ 2 ഇലക്ട്രോൺ കൂടെ അടുത്തടുത്ത് വരച്ചു വെച്ചേ. ഓക്കെ, ഇനി ബെർലിയം ആരോടാ ഇവിടെ ബോണ്ട് ഫോം ചെയ്തിരിക്കുന്നത് ഫാത്തിമ? ഏത് കോമ്പൗണ്ടാ നമ്മൾ എടുത്തിരിക്കുന്നത്? BCl2. ആരോടാ അപ്പൊ ബോണ്ട് ഫോം ചെയ്യുന്നത്? ക്ലോറിനായിട്ട്. ക്ലോറിനുമായിട്ട്. യെസ്. അപ്പൊ ക്ലോറിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 7 ഇലക്ട്രോൺ ആണെന്ന് അറിയാം. യെസ്, ഞാൻ ഇങ്ങനെ വരയ്ക്കും കേട്ടോ. ഇത് ക്ലോറിൻ, ഇവിടെ ഒരെണ്ണം വരച്ചു, ഇവിടെ ഒരു ക്ലോറിൻ വരച്ചു. യെസ്, ക്ലോറിന് ചുറ്റും 1, 2, 3, 4, 5, 6 എണ്ണം ഉണ്ട് ഇനി ഇലക്ട്രോൺ. 6. യെസ്, ഞാൻ ഇങ്ങനെ ഒരു സ്ട്രക്ചർ വരച്ചു വെച്ച്. യെസ്, റിസ്വാന് പറഞ്ഞ് ഇവിടുത്തെ സെൻട്രൽ ആറ്റം ഏതാ? യെസ്, ബെർലിയം. ലുക്മാൻ പറഞ്ഞേ ബെർലിയം ക്ലോറൈഡിലെ സെൻട്രൽ ആറ്റം ബെർലിയം. നമ്മൾ VSEPR തിയറി എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി, ഷേപ്പ് പറയാൻ വേണ്ടിയിട്ട് ഏത് ആറ്റം മാത്രം കൺസിഡർ ചെയ്താൽ മതി? ബെർലിയം. യെസ്, സെൻട്രൽ ആറ്റം മാത്രം നമ്മൾ നോക്കിയാൽ മതി. മോളിക്യൂളിന്റെ ഫോർമേഷന് ശേഷം സെൻട്രൽ ആറ്റം മാത്രം നമ്മൾ കൺസിഡർ ചെയ്താൽ മതി. ഇവിടുത്തെ സെൻട്രൽ ആറ്റം ബെർലിയം. ഇപ്പൊ ബെർലിയത്തിന് ചുറ്റും എന്തൊക്കെയുണ്ട്? എത്ര ബോണ്ട് പെയർ ഉണ്ട്, എത്ര ലോൺ പെയർ ഉണ്ട് ആസിം? എത്ര ബോണ്ടുകളുണ്ട്? ഒരു ബോണ്ടേ ഉള്ളോ? അതല്ല, 2 ബോണ്ട്. 2 ബോണ്ട് ഉണ്ട്. 2 സിംഗിൾ ബോണ്ട് ഉണ്ട് ഇല്ലേ? സിംഗിൾ ബോണ്ടിനെ എല്ലാം കൂടെ ഒരുമിച്ച് ഒറ്റ സിംഗിൾ ബോണ്ട് ആക്കാൻ പറ്റത്തില്ല. മൾട്ടിപ്പിൾ ബോണ്ട്, ഡബിൾ ബോണ്ട് വന്നാൽ സിംഗിൾ ബോണ്ട് ആയിട്ട് കൺസിഡർ ചെയ്യാന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇവിടെ ക്ലോറിനുമായിട്ട് 2 ക്ലോറിൻ ഉണ്ട്. 2 ക്ലോറിനോട് ഓരോ ബോണ്ടുകൾ അവിടെ ഫോം ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ലോൺ പെയർ ഉണ്ടോ ക്രിസ്റ്റഫറെ? ബോണ്ടിങ്ങിൽ പങ്കെടുക്കാത്ത ഇലക്ട്രോണുകൾ ഉണ്ടോ? ഇല്ല. ബെർലിയത്തിന് ചുറ്റും ബോണ്ടിങ്ങിൽ ഇലക്ട്രോണുകൾ ഒന്നും ഇല്ല. ക്ലോറിന് ചുറ്റും ഉണ്ട്, അത് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. ബെർലിയത്തിന് ചുറ്റും ആരും ഇല്ല. അപ്പൊ ബെർലിയത്തിന് ചുറ്റും ആര് മാത്രമേ ഉള്ളൂ? ബോണ്ട് പെയറുകൾ മാത്രമേ ഉള്ളൂ. 2 ബോണ്ട് പെയർ ഉണ്ട് ഇല്ലേ? 2 ബോണ്ട് ഉണ്ട്. ഒരു ബോണ്ടിന് 2 ഇലക്ട്രോൺ വേണം. അപ്പൊ 2 ബോണ്ട് പെയർ ഉണ്ട്. അപ്പൊ ഇവിടെ റിപ്പൽഷൻ ആരൊക്കെ തമ്മിലായിരിക്കും ഫിദ? ഈ കേസില് ആരൊക്കെ തമ്മിലാ റിപ്പൽഷൻ ഉണ്ടാവുക? ബോണ്ട് പെയറും. ഇവിടെ ലോൺ പെയർ ഇല്ല. അപ്പൊ ആകെപ്പാടെ ഒറ്റയ്ക്ക് ഒരു ടൈപ്പ് റിപ്പൽഷൻ മാത്രമേ ഇവിടെയുള്ളൂ, ബോണ്ട് പെയർ. അപ്പൊ അവരെന്ത് ചെയ്യും? ബോണ്ട് പെയറും കൂടെ റിപ്പൽ ചെയ്ത് മാക്സിമം ഡിസ്റ്റൻസിൽ നിൽക്കും. അതാണ് ആ താഴെ കൊടുത്തിരിക്കുന്ന സ്ട്രക്ചർ. കണ്ടോ? അവര് മാക്സിമം ഡിസ്റ്റൻസിൽ നിന്നു. എന്തായാലും അടുത്തടുത്ത് ഇങ്ങനെ നിൽക്കില്ല, അവര് മാക്സിമം ഡിസ്റ്റൻസിലേ നിൽക്കത്തുള്ളൂ. ഈ ബെർലിയം ക്ലോറൈഡിന്റെ ഷേപ്പ് എന്താ അൽസാഫെ? ഇങ്ങനെ നേരെ നിന്നാൽ ആ ഷേപ്പിന് നമ്മൾ പറയണ എന്താ? ബോണ്ടിന്റെ ടൈപ്പ് ആണോ ഉദ്ദേശിച്ചത്? ഷേപ്പ് പിരമിഡ് ആയിട്ടാണ് നിൽക്കണേ. ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ നേരെ നിന്നാൽ എന്താണ് ഷേപ്പ്? സ്ട്രൈറ്റ് ലൈൻ. സ്ട്രൈറ്റ് ലൈൻ എന്ന് പറഞ്ഞൊരു ഷേപ്പ് ഇല്ല, ലീനിയർ. ബോണ്ട് ആംഗിൾ എത്ര ജമീലത്തെ? ബോണ്ട് ആംഗിൾ ലീനിയർ ആണെങ്കിൽ ബോണ്ട് ആംഗിൾ എത്രയായിരിക്കും? 180. യെസ്, 180 ഡിഗ്രി. കണ്ടോ? ബോണ്ട് ആംഗിൾ നമ്മൾ പറയുന്നത് ഇങ്ങനെയാ. യെസ്, ലീനിയർ വിത്ത് ബോണ്ട് ആംഗിൾ 180 ഡിഗ്രി. There is no ലോൺ പെയർ. ഇത്രയും കാര്യങ്ങളൊക്കെ അവിടെ നോട്ട് ചെയ്യാം. There is no ലോൺ പെയർ,
Here 2 bond pair. Yes. മനസ്സിലായോ? ഓക്കെ. അപ്പൊ ഇനി ഒരെണ്ണം ഞാൻ വരാം, പെട്ടെന്ന് വരച്ചോളൂ കേട്ടോ. ഒരു മിനിറ്റേ ഉള്ളൂ, പെട്ടെന്ന് വരയ്ക്കണം. BF3 സെൻട്രൽ ആറ്റം എടുക്കുക, സെൻട്രൽ ആറ്റത്തിന് ചുറ്റുമുള്ളത് പെട്ടെന്ന് വരയ്ക്കാം. ബോറോൺ ആണ്, ഇത് വരച്ചിട്ടേ വിടുള്ളൂ കേട്ടോ. സെൻട്രൽ ആറ്റം ഏതാ നോക്കുക, അതിന്റെ ആറ്റോമിക് നമ്പർ എഴുതുക, അന്നേരം പെട്ടെന്ന് കിട്ടും. സെൻട്രൽ ആറ്റം ബോറോൺ ആണ്. ബോറോണിന്റെ ആറ്റോമിക് നമ്പർ 5, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2 2s2 2p1. ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 3 ഇലക്ട്രോൺ. നമുക്കിപ്പോ അറിയത്തില്ല ഷേപ്പ്, അതുകൊണ്ട് 3 എണ്ണം കൂടെ ഒരുമിച്ച് വരച്ചു വെച്ചു. ഫ്ലൂറിനുമായിട്ട് ബോണ്ട് ഫോം ചെയ്യും. ഇവിടെ ഉള്ളത് ബോണ്ട് പെയറുകൾ മാത്രമേ ഉള്ളൂ. അപ്പൊ ഒരു മാക്സിമം ഡിസ്റ്റൻസിൽ നിൽക്കും. 3 പേര് മാക്സിമം ഡിസ്റ്റൻസിൽ നിന്നാൽ അതിന്റെ ഷേപ്പ് എന്തായിരിക്കും? ആർക്കും അറിയാം, കയ്യിൽ നോക്കിക്കും. വളരെ ഈസി ആയിട്ട് പറയാൻ പറ്റും. 3 പേരുള്ളത് ഏത് ഷേപ്പാ? അർസ്വിൻ, ഏതാ 3 പേരുള്ള ഷേപ്പ്? പറഞ്ഞു പറയൂ. അത് തന്നെ, ട്രയാങ്കിൾ. നമ്മൾ ഇവിടെ ഷേപ്പ് പറയുമ്പോ ട്രയാങ്കിൾ എന്നല്ല പറയുന്നേ, പകരം ട്രയഗണൽ പ്ലാനാർ എന്നാ പറയുന്നേ. ഇവര് 3 പേരും മാക്സിമം ഡിസ്റ്റൻസിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ ദേ ഇങ്ങനെ നിൽക്കും. ഇതെല്ലാം കൂടെ കണക്ട് ചെയ്താൽ ഒരു ട്രയാങ്കിൾ ഷേപ്പ് കിട്ടും. സോ ഇറ്റ് ഈസ് ട്രയഗണൽ പ്ലാനാർ ആണ് ഇവിടുത്തെ ഷേപ്പ്. ട്രയഗണൽ പ്ലാനാർ ആണെങ്കിൽ ഒരു ബോണ്ട് ആംഗിൾ എത്രയായിരിക്കും അർജുൻ? ഈ ബോണ്ട് ആംഗിൾ എത്രയായിരിക്കും? ട്രയാങ്കിൾ വന്നാല് അഷ്കർ 120. യെസ്, 120 ഡിഗ്രി. 120 ആണ് ബോണ്ട് ആംഗിൾ വരുന്നത്. 120 ബോണ്ട് ആംഗിൾ. 3 ബോണ്ട് പെയർ, 0 ലോൺ പെയർ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ നിങ്ങൾ ടേബിൾ 4.6ഉം ടേബിൾ 4.7ഉം ഒന്ന് നോക്കി വരിക കേട്ടോ. 4.6, 4.7, 4.8 ഓൾസോ. ആദ്യത്തെ ടേബിളിൽ ലോൺ പെയർ ഇല്ലാത്തവരെ പറ്റിയാ പറയുന്നത്. രണ്ടാമത്തെ കേസിൽ ലോൺ പെയർ വന്നാലുള്ളവരെ പറ്റി പറയുന്നു. മൂന്നാമത്തേത് രണ്ടാമത്തെ ടേബിളിന്റെ എക്സ്പ്ലനേഷൻ ആണ്. ഓക്കെ, അപ്പം ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. അപ്പൊ ഇനി ക്രിസ്മസ് കഴിഞ്ഞിട്ടായിരിക്കില്ലേ നമ്മുടെ ക്ലാസ്? എനിക്കറിയില്ല, ഐ ഡോണ്ട് നോ. യെസ്, അത് നമുക്ക് നോക്കാം. അപ്പൊ എന്തായാലും എല്ലാവർക്കും നാളത്തെ ക്ലാസ്സിലല്ലോ, അപ്പൊ ക്രിസ്മസ് കഴിഞ്ഞിട്ടേ കാണുള്ളൂ. ഓക്കെ, സോ അപ്പൊ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. ഓക്കെ, എല്ലാവരും ഇതിലെ ക്രിസ്മസ് സെലിബ്രേഷൻ ഒക്കെ പോയായിരുന്നോ? സ്കൂളിൽ അതൊക്കെ ഉണ്ടായിരുന്നോ? ഇല്ലേ? ഓക്കെ, ക്രിസ്മസ് സെലിബ്രേഷൻ ഇല്ലായിരുന്നു? ഇല്ല. ഓക്കെ, അപ്പൊ എന്തായാലും എല്ലാവർക്കും മെറി ക്രിസ്മസ്. ഓക്കെ, താങ്ക് യു. Thank you, Miss. Thank you, teacher. Happy Christmas. താങ്ക് യു. ഇതിലെ എന്തോ പറഞ്ഞു? ഇത് അവസാനം പറഞ്ഞു, ഒന്നും കൂടെ പറയാമോ? അത് ആംഗിൾ ഈ ഇതില്ലേ BF3 ബോണ്ട് ആംഗിൾ എങ്ങനെയാ വന്നേന്നാ? അത് ആംഗിളും വന്നത് എങ്ങനെയാന്നൊക്കെ. ആംഗിൾ വന്നത് എങ്ങനെയാന്ന്? ആംഗിൾ ആണ് പറയണ്ടേ? ഏതാ പറയണ്ടേ? മൊത്തം പറയണോ? മൊത്തം പറയാം. BF3ക്കകത്ത് ബോറോണിന്റെ ആറ്റമിക് നമ്പർ 5, ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 3 ഇലക്ട്രോൺ ആണെന്നുള്ള കാര്യം അറിയാം. അപ്പൊ 3 ഫ്ലൂറിനുമായിട്ട് ബോണ്ട് ഫോം ചെയ്തു. എന്തായാലും ആ 3 ഫ്ലൂറിനും കൂടി അടുത്തടുത്തിരിക്കൂല. PSCPR തിയറി അനുസരിച്ച് നമ്മൾ പറയുന്നത് ഇലക്ട്രോൺ പെയറുകൾ അടുത്തടുത്തിരുന്നാൽ റിപ്പൽഷൻ ഉണ്ടാവും എന്നാ പറയുന്നത്. ആ റിപ്പൽഷന്റെ ഓർഡർ ആണ് ആദ്യം എഴുതി തന്നെ. ലോൺ പെയറും കൂടെ അടുത്തടുത്തിരുന്നാൽ ഭയങ്കര റിപ്പൽഷൻ ആയിരിക്കും. പിന്നെ ലോൺ പെയർ, ബോണ്ട് പെയർ, പിന്നെ ബോണ്ട് പെയർ. ഇവിടെ ലോൺ പെയർ ഇല്ല. അപ്പൊ ഇവിടെ റിപ്പൽഷൻ ബോണ്ട് പെയറുകൾ മാത്രമേ ഉള്ളൂ. അപ്പൊ ബോണ്ട് പെയറുകൾ എങ്ങനെ മാക്സിമം ഡിസ്റ്റൻസിൽ ഇരിക്കാം? അപ്പൊ ഉള്ളവരെ നമ്മൾ മാക്സിമം ഡിസ്റ്റൻസിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നു. 3 ബോണ്ടല്ലേ ഉള്ളേ. അപ്പൊ 3 പേരെയും നമ്മൾ 3 കോർണറിലാക്കി കൊടുക്കുന്നു. അപ്പൊ 3 കോർണറിലാക്കി വന്നു കഴിഞ്ഞാൽ ഈ കോർണർ എല്ലാം കൂടി കണക്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഒരു ട്രയാങ്കിൾ ഷേപ്പ് ആയിരിക്കും കിട്ടുന്നത്.
ഒരു പ്ലെയിനിൽ ഉള്ള ട്രയാങ്കിൾ ഷേപ്പ്. യെസ്, അതിന്റെ ഇടയ്ക്കുള്ള അവർ അറിയാണ്ട് കയറി വന്നു കേട്ടോ. ഓക്കെ, ഒരു ട്രയാങ്കിൾ ഷേപ്പ് കിട്ടും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ സെൻട്രലിൽ നിന്ന് നമ്മൾ നോക്കുവാണെങ്കിൽ അതിന്റെ ബോണ്ട് ആംഗിൾ എത്രയാണ്? ഒരു സെൻട്രലിന് ചുറ്റുമുള്ളത് 360 ഡിഗ്രി അല്ലേ? ഇവിടെ 3 അല്ലേ ഉള്ളു. അപ്പൊ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്തു. 360 ഡിവൈഡഡ് ബൈ 3, അപ്പൊ 120 ആയിരിക്കും ബോണ്ട് ആംഗിൾ. മനസ്സിലായോ? അത് എഴുതി വെച്ചിരിക്കുന്നത്. ട്രൈഗണൽ പ്ലാനർ ഒരു പ്ലെയിനിലാണ് നമ്മൾ നോക്കുന്നത്. ഇങ്ങനെ വെള്ളോട്ട് പൊങ്ങിയൊന്നും ഇരിക്കത്തില്ല. ഒരു പ്ലെയിനിൽ കിടക്കുന്നു. സെൻട്രലിൽ ഒരു ആറ്റം ഉണ്ട്, ദെൻ 3 കോർണറിലായിട്ട് കിടക്കുന്നു. അത് ട്രയാഗണൽ പ്ലാനാർ ആണ്. 120 ഡിഗ്രി ആണ്. 3 ബോണ്ട് പെയർ ആണ് അവിടെ ഉള്ളത്. ലോൺ പെയർ അവിടെ ഇല്ല. അത്രേ പറയുന്നു. മനസ്സിലായോ? മനസ്സിലായി ടീച്ചർ. താങ്ക് യു. മൾട്ടിപ്ലിസിറ്റി എന്ന് പറഞ്ഞാൽ മോർ ദാൻ 1. മൾട്ടിപ്പിൾ എന്നാ മോനെ? പിന്നെ ഈ ഫജാൻസ് റൂളിൽ മൂന്നാമത്തെ പറഞ്ഞില്ലേ, അതെന്നതാ? ഡിസ്റ്റോർഷൻ ഓഫ് ദി എക്സ്റ്റെന്റ് ഓഫ് ഡിസ്റ്റോർഷൻ ഓഫ് ദി ആനിയോണിനെ പറ്റിയല്ലേ മാൻ ചോദിച്ചത്? യെസ്, അതിനെ പറ്റി നമുക്കൊരു ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും ഇല്ല. അത് ആ കാറ്റിയോൺസ് വരുന്നത് കൊണ്ടിട്ട് ആനിയോൺ ഉണ്ടാകുന്ന ഒരു ഡിസ്റ്റോർഷനെ പറ്റിയാ പറയുന്നത്. പറയാം, ഒരു പോയിന്റിന്റെ ആവശ്യമൊന്നും നോക്കട്ടെ. ഡിസ്റ്റോർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോനെ എന്താ ഈ വ്യത്യാസപ്പെട്ടു പോവുക നമ്മൾ പറയത്തില്ലേ? ഇപ്പം ഇങ്ങനെ ഇരിക്കുന്ന ഒരു സാധനം, ഓക്കെ, ഇങ്ങനെ ഇരിക്കുന്ന ഒരു സാധനത്തിന് ഇതാണ് ഇതിന്റെ ഷേപ്പ്. ഓക്കെ, ഞാൻ ഇവിടുന്ന് ഒരു ഫോഴ്സ് കൊടുത്തപ്പോഴത്തേക്കും ഇത് ഇങ്ങോട്ട് വളഞ്ഞു എന്ന് വിചാരിക്കാം. ഇങ്ങനെ ഇരുന്നത് ഞാൻ ഇവിടുന്ന് ഇങ്ങനെ വളച്ചപ്പോ അത് വളഞ്ഞില്ലേ? അപ്പൊ ഒറിജിനാലിറ്റിയിൽ നിന്നും ഡിസ്റ്റോർട്ട് ചെയ്തു പോകുക, വ്യത്യാസപ്പെട്ടു പോകുക എന്ന് മാത്രമേ ഉള്ളൂ. മനസ്സിലായോ? ആനിയോണിന് കാറ്റിയോണിന്റെ പ്രസൻസ് കൊണ്ടിട്ടുണ്ടാകുന്ന ഒരു ചേഞ്ച്, ദാറ്റ് ഈസ് ഡിസ്റ്റോർഷൻ ഓഫ് ദി ആനിയോൺ. ടീച്ചർ, ടീച്ചർ ആദ്യം എന്നോട് ചോദ്യം ചോദിച്ചില്ലായിരുന്നു, അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത്. പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാനാണ് ഓഫീസിലോട്ട് വിളിച്ചു പറഞ്ഞത് നിന്നെ റിമൂവ് ചെയ്തിട്ട് കയറ്റാൻ. ടാഗായിട്ട് അവിടെ കേട്ടോണ്ടിരുന്ന എനിക്ക് മനസ്സിലായിരുന്നു അത്. ഞാൻ ക്വസ്റ്റ്യൻ ചോദിച്ചു കുറെ നേരം കഴിയുമ്പോഴാണ് നീ കേൾക്കുന്നത്. കുറെ നേരം കഴിഞ്ഞിട്ട് ഇവിടെ റിപ്ലൈ വന്നോണ്ടിരുന്നത്. അത് കഴിഞ്ഞ് ഞാൻ വേറെ ഫോണിൽ നിന്ന് കയറി, അതുകൊണ്ട് ഇത്ര പിന്നെ നെറ്റിന്റെ കുഴപ്പമാണ്. എനിക്ക് മനസ്സിലായിരുന്നു. ഓക്കെ ടീച്ചർ. ഓക്കെ.